നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതായ ഭാഗം എബ്രായ ലേഖനം 12 അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണല്ലോ ഓട്ടവും പോരാട്ടവും എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചുള്ളൊരു പഠനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ കണ്ടതായ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പഠിച്ചു വന്നതായ കാര്യങ്ങളെല്ലാം നോക്കിയാൽ നമുക്ക് ഒരു ഓട്ടമുണ്ട്. അതുകൊണ്ട് നമ്മുടെ തളർന്ന കാലുകളെ നമ്മൾ ശക്തിപ്പെടുത്തണം. നമുക്ക് ഒരു പോരാട്ടമുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുഴഞ്ഞ മുഴങ്കാലുകളെ നമ്മൾ ശക്തീകരിക്കേണ്ടത് ആവശ്യമാണ്, അതിനെ നിവർത്തേണ്ടത് ആവശ്യമാണ്. നമുക്കൊരു ശത്രുവുണ്ട്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ പാതകളെ നേരെയാക്കണം. ഈ ഓട്ടത്തെക്കുറിച്ചുള്ള പഠനത്തിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഓട്ടം എന്ന് പറയുന്നത് വെറുതെ ഇങ്ങനെ എന്താണ് ആകാശത്തിൽ മുഷ്ടിയുദ്ധം ചെയ്യുന്ന വ്യക്തികൾ എന്ന നിലയിലല്ല. പ്രത്യുത ഒരു ലക്ഷ്യബോധത്തോടുള്ള ഒരു ഓട്ടമാണ് ആവശ്യമായിരിക്കുന്നത്. ഏതോ ഓട്ടക്കളത്തിൽ ഒരു ടാർഗറ്റ് ഉണ്ട്. ആ ടാർഗറ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. നാം എന്തിനു വേണ്ടിയാണ് ഓടുന്നത്? സ്വർഗത്തിൽ പോകാനാണ് ഓടുന്നതെന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമാണ്. കാര്യം സ്വർഗത്തിൽ നമ്മളാരും പോവുകയല്ല, സ്വർഗത്തിൽ നമ്മളെ കർത്താവ് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ പോകാൻ വേണ്ടി ആരും അത്ര വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കർത്താവ് നമ്മളെ കൊണ്ടുപോകും. പക്ഷേ നാം ശ്രദ്ധയോടുകൂടെ നമ്മുടെ ഒരു ലക്ഷ്യം മുന്നിൽ കാണേണ്ടി വരുമ്പോൾ എന്താണതെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ പോലെ ആയിത്തീരാനാണ് നാം ഓടുന്നത്. യേശുവിനെ പോലെ ആകാനായി ഓട്ടം. ആകാശത്തിൽ മുഷ്ടിയുദ്ധം ചെയ്യുന്ന വ്യക്തികൾ എന്ന നിലയിലല്ല. പ്രത്യുത ഒരു ലക്ഷ്യബോധത്തോടുള്ള ഒരു ഓട്ടമാണ് ആവശ്യമായിരിക്കുന്നത്. ഏതോ ഓട്ടക്കളത്തിൽ ഒരു ടാർഗറ്റ് ഉണ്ട്. ആ ടാർഗറ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. നാം എന്തിനു വേണ്ടിയാണ് ഓടുന്നത്? സ്വർഗത്തിൽ പോകാനാണ് ഓടുന്നതെന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമാണ്. കാര്യം സ്വർഗത്തിൽ നമ്മളാരും പോവുകയല്ല, സ്വർഗത്തിൽ നമ്മളെ കർത്താവ് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ പോകാൻ വേണ്ടി ആരും അത്ര വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കർത്താവ് നമ്മളെ കൊണ്ടുപോകും. പക്ഷേ നാം ശ്രദ്ധയോടുകൂടെ നമ്മുടെ ഒരു ലക്ഷ്യം മുന്നിൽ കാണേണ്ടി വരുമ്പോൾ എന്താണതെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ പോലെ ആയിത്തീരാനാണ് നാം ഓടുന്നത്. യേശുവിനെ പോലെ ആകാനായി ഓട്ടം. ഈ വേദഭാഗത്ത് കൃത്യയോട് പറഞ്ഞു, അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന്. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് തന്നെ അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാവുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ്. അവൻ്റെ സ്വരൂപം എന്ന് പറഞ്ഞാൽ അവൻ്റെ വിശുദ്ധിയാണ്. ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വിശുദ്ധിയാണ്, വേറെ ഒന്നുമല്ല. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഓടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, എങ്ങനെയെങ്കിലും അവൻ്റെ വിശുദ്ധി പ്രാപിക്കുക. അവൻ്റെ വിശുദ്ധി പ്രാപിക്കണമെങ്കിൽ അവൻ്റെ വിശുദ്ധിയെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ടാകണം. സ്വർഗസിംഹാസനങ്ങളിൽ ഇരുന്നരുളുന്നവനായ ദൈവത്തെക്കുറിച്ചുള്ള ദർശനം യെശയ്യാവിന് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ വിശുദ്ധിയുടെ വെളിച്ചത്തിൽ അവനെ തന്നെ പരിശോധിച്ചപ്പോഴാണ് അവൻ്റെ ജീവിതത്തിലെ കുറവുകളെ കണ്ടെത്താനായിട്ട് അവന് കഴിയുന്നത്. എന്നതുപോലെ നാം ദൈവത്തിൻ്റെ പ്രകാശത്തിൽ നമ്മളെ കാണുന്നത് വരെയും യഥാർത്ഥത്തിലുള്ള ദർശനം നമ്മൾ പ്രാപിച്ചവരല്ല. ദൈവത്തിൻ്റെ പ്രകാശത്തിൽ നമ്മൾ കാണുമ്പോൾ മാത്രമാണ് നമ്മൾ എത്ര നികൃഷ്ടരാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അവൻ്റെ വിശുദ്ധിയിലേക്കാണ് നമ്മൾ ഓടുന്നതെങ്കിൽ ആദ്യം അവൻ്റെ വിശുദ്ധി എന്താണ്, അല്ലെങ്കിൽ വിശുദ്ധനായ ദൈവത്തെക്കുറിച്ചുള്ള ഒരു ദർശനം നമുക്ക് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെയുള്ള ഒരു വലിയ അസംതൃപ്തി, ഞാൻ പറഞ്ഞല്ലോ, അത് എങ്ങനെയുള്ള അസംതൃപ്തിയാണ്? വിശുദ്ധമായ ഒരു അസംതൃപ്തിയാണ്. അങ്ങനെ നമ്മൾ കർത്താവിനോട് അനുരൂപപ്പെടുവാനുള്ള ആ ഓട്ടത്തിൽ അവൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ സഭ പറയുന്ന ഒരു വിശുദ്ധിയല്ല. അവൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത് റിലീജിയൻ നമുക്ക് നൽകിയ, അല്ലെങ്കിൽ മറ്റുള്ളവർ നമുക്ക് നൽകിയതായ ഒരു വിശുദ്ധിയല്ല, വിശുദ്ധിയുടെ ഒരു മാനദണ്ഡമല്ല. അവൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത് അവനെ കണ്ട് നമ്മൾ അനുകരിക്കുമ്പോൾ മാത്രം നമുക്കുണ്ടാകുന്ന ഒന്നാണ്. അവനെയുള്ള അറിവിലൂടെ മാത്രമേ നമുക്ക് ഓടുവാനായിട്ട് കഴിയത്തുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവം നമ്മളെ വിളിച്ചത് വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ് എന്ന് നമ്മൾ ഇന്നലെ കണ്ടു. അശുദ്ധിക്ക് വേണ്ടിയല്ല, വിശുദ്ധിക്ക് വേണ്ടിയാണ്. വിശുദ്ധിക്ക് വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചതെങ്കിൽ നാം ഇനിയും അശുദ്ധിയിൽ തുടരുവാൻ നമുക്ക് അവകാശമില്ല. ആ വിശുദ്ധിയുടെ ആ യാത്രയിൽ നമ്മൾ മുന്നേറേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ പല സമയത്തും നമുക്കുണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ വിശുദ്ധിയിലേക്കുള്ള ഓട്ടത്തിനുള്ള ശക്തി എനിക്കില്ല എന്നാണ് നമ്മൾ പലപ്പോഴും പറയുന്നത്. യേശുവിനെ പോലെ ആവുക എന്നൊന്ന് പറയുന്നൊന്നും എന്നെ കൊണ്ട് കഴിയുന്ന കാര്യമൊന്നുമല്ല. കഴിയത്തില്ല എന്നുള്ളത് കൊണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കാത്ത ഒരവസ്ഥ. അങ്ങനെ ഈ ഓട്ടം ഓടിത്തീർക്കാൻ എനിക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞ് ഞാൻ തളർന്നിരിക്കുമ്പോൾ എന്നെ ശക്തീകരിക്കേണ്ടതിന്, അഥവാ എന്നെ എൻകറേജ് ചെയ്യേണ്ടതിന് വേണ്ടി
ഞാൻ പറഞ്ഞല്ലോ, സാക്ഷികളുടെ ഒരു വലിയ സമൂഹത്തെ എനിക്ക് ചുറ്റും കർത്താവ് നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ ആകയാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിന് മുമ്പ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ വാക്യത്തിലാണ് കിടക്കുന്നത്. ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയ ഒരു സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം നിങ്ങൾ സ്ഥിരതയോടെ ഓടുക. സാക്ഷികളുടെ വലിയൊരു സമൂഹത്തെക്കുറിച്ചാണ് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ കാണുന്നത്. ഹാനോക്ക് മുതൽ ഇങ്ങോട്ടുള്ള സകല ജനങ്ങളും സാക്ഷികളാണ്. എന്തിനുള്ള സാക്ഷികൾ? സാക്ഷ്യം പറയാൻ ഇറങ്ങി വരുന്ന ആളുകൾ. എന്താണ് അവരുടെ സാക്ഷ്യം? മോനെ, നീ അല്ല ഇതാദ്യം ഓടി തീർത്തത്, അല്ലെങ്കിൽ തീർക്കാൻ പോകുന്നത്. ഈ ഓട്ടം ഞങ്ങളൊക്കെ ഓടി തീർത്തതാണ് എന്ന് പറയുന്ന വ്യക്തികൾ. എൻ്റെ ആത്മീയത എൻ്റെ വീട്ടിലുള്ളവർക്ക് മനസ്സിലാകാതെ ഇരിക്കുമ്പോൾ, ദൈവമേ, എൻ്റെ വീട്ടിലുള്ളവരെങ്കിലും എന്നെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ ഓട്ടം എനിക്ക് പ്രയാസം ഉണ്ടാവുകയില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഹാനോക്ക് ഇറങ്ങി വന്നിട്ട് പറയും, എൻ്റെ വീട്ടിലുള്ളവർക്കും എൻ്റെ ആത്മീയത മനസ്സിലായില്ല, എന്നിട്ടും ഞാൻ ഓടി. നോഹയുടെ തലമുറയിലുള്ള ഒരു വ്യക്തി പോലും ആത്മീയരല്ലാതിരുന്നപ്പോൾ നമ്മളെല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്. എന്താ ബ്രദറെ, എല്ലാവരും ആത്മീയരാണെങ്കിൽ നമുക്കും പ്രയാസമില്ല. പക്ഷെ നമ്മൾ പുറത്തോട്ടിറങ്ങി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റി അങ്ങനല്ലേ, നമ്മുടെ സമൂഹം അങ്ങനെയല്ലേ, ഇക്കാലത്ത് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നതെന്നറിയാമോ? ഞാൻ തന്നെ എനിക്ക് ജീവിക്കാൻ കഴിയത്തില്ല, പിന്നെ എല്ലാവരും ഉണ്ടെങ്കിൽ ഞാനും എന്ത് ചെയ്യാം? വിശുദ്ധനായിട്ട് ജീവിക്കാം. പക്ഷെ നോഹ വന്നിട്ട് പറയുകയാണ്, എൻ്റെ തലമുറയിലെ ഒരൊറ്റ വ്യക്തിയെ നോക്കി പോലും ദൈവത്തിന് സന്തോഷം ഉണ്ടായില്ല. അവരെ എല്ലാം കണ്ടിട്ട് ദൈവം അനുതപിക്കുകയാണ്, ദുഃഖിക്കുകയാണ്. എന്നാൽ എൻ്റെ ദൈവം എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. കാര്യം, ഈ അഭക്തരുടെ തലമുറയിൽ ഞാൻ നീതിയുള്ളവനായി ജീവിക്കുവാൻ പരിശ്രമിച്ചു. ഈ അഭക്തരുടെ തലമുറയിൽ ഞാൻ ദൈവത്തോടു കൂടെ നടന്നു. ദൈവത്തോടു കൂടെ നടന്ന രണ്ടുപേരെ കുറിച്ച് വേദോസം പറയുന്നത്. ഒന്ന് ഹാനോക്ക്, പിന്നെ ആരാണ്? നോഹ ദൈവത്തോടു കൂടെ നടന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, അതുപോലെ തന്നെ നോഹയും ദൈവത്തോടു കൂടെ നടന്നു. അതുകൊണ്ട് ദൈവത്തോടുകൂടെ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റത്തില്ല. ചിലപ്പോൾ നമ്മൾ പറയുമല്ലോ, ദൈവത്തോടുകൂടെ നടക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു കാര്യമാണ്, എനിക്ക് ഭാര്യയും മക്കളൊക്കെ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തോടുകൂടെ നടന്നു എന്ന് പറയുന്ന രണ്ടുപേർക്കും ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം കുടുംബം ഒക്കെ ആയി കഴിഞ്ഞിട്ട് ബ്രദറെ ഇങ്ങനൊന്നും വിശുദ്ധമായിട്ടൊന്നും ജീവിക്കാൻ പറ്റുകയില്ലെന്ന് പറയുന്നവർക്ക് അങ്ങനെ തളർന്നിരിക്കുമ്പോൾ ഇറങ്ങി വരികയാണ്. നോഹ ഇറങ്ങി വരും, ഹാനോക്ക് ഇറങ്ങി വരും. മോനെ, ഞങ്ങൾക്കും ഉണ്ടായിരുന്നു കുടുംബമൊക്കെ, പക്ഷേ ഞങ്ങൾ ഈ ഓട്ടം ഓടി വിജയിച്ചു. അപ്പോൾ ഓട്ടം ഓടി വിജയിച്ചവരുടെ വലിയൊരു സമൂഹത്തെ നമുക്ക് ചുറ്റും നിർത്തിയിട്ടാണ് കർത്താവ് നമ്മളോട് എന്താ പറയുന്നത്? ഓടാൻ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് നമ്മുടെ ഓട്ടം നാം അല്ല ആദ്യമായി ഓടുന്നത് എന്നുള്ള തിരിച്ചറിവിൽ നമ്മൾ ഓടണം. അതുകൊണ്ട് ഈ ഓട്ടത്തിൽ വിരുദ് പ്രാപിക്കാനായി നമ്മൾ ഓടണം. നമ്മൾ 1 Corinthians chapter 9:24 കാണുന്നതാണ് വിരുദ് പ്രാപിക്കാൻ. അതായത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, അവിടെ പറയുന്ന വാക്ക് ചിലപ്പോൾ നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകും. എല്ലാവരും ഓടിയാലും ഒരാളെല്ലാവരും വിജയിക്കത്തുള്ളൂ, അപ്പം ഞാൻ വെറുതെ ഓടിയിട്ട് എന്താ കാര്യമൊന്നല്ല അവിടുത്തെ അർത്ഥം എന്താണ്? അവിടെ പൗലോസ് പറയുന്നത്, വിരുദ് പ്രാപിക്കുന്നത് ഒരേ ഒരു വ്യക്തിയാണെങ്കിൽ, 1000 പേരോടിയിട്ട് ഒരാൾ മാത്രമേ വിജയിക്കുന്നുള്ളൂ എങ്കിൽ, ഒരാൾ മാത്രമേ ആ ഓട്ടം ഓടിത്തീർക്കുന്നുള്ളൂ എങ്കിൽ, ആ വ്യക്തി ഞാനായിരിക്കും എന്ന നിലയിൽ വേണം എനിക്ക് എൻ്റെ ഓട്ടം ഓടാനായിട്ട്. എന്നാൽ ഇവിടെ ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്ന എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ കാണുന്ന ആദ്യത്തെ കാര്യം, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഇപ്പോൾ പ്രധാനമായിട്ട് ഓർപ്പിക്കുന്ന ഒരു കാര്യം, സ്ഥിരതയോടെ ഓടുക, ഇല്ലേ? ഇടയ്ക്കൊക്കെ ഓടുകയല്ല. അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രയാസം അല്ലെങ്കിൽ പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ചില ദിവസമൊക്കെ വളരെ നല്ലതാണ്, പക്ഷേ ചില ദിവസമൊക്കെ അങ്ങ് നമ്മൾ തകർന്നു പോകുന്നു. അപ്സ് ആൻഡ് ഡൗൺസ് ആണ് നമ്മളുടെ ഏറ്റവും വലിയ ക്രിസ്തീയ ജീവിതത്തിലെ ഒരു വലിയ പ്രശ്നം. സ്ഥിരതയില്ല. നമ്മുടെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ എന്താണ്? ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം ഭയങ്കര ടോപ്പിലായിരിക്കും, ഒരു ദിവസം ടക്കെന്ന് പറഞ്ഞ് നേരെ താഴോട്ട് പോകുന്നു, ഒരു ദിവസം നടുക്ക് വന്ന് നിൽക്കുന്നു, പിന്നെ കുറേ സ്റ്റഡി ആയിട്ട് പോകുന്നു, പിന്നെ താഴോട്ട് പോകുന്നു, പിന്നെ മുകളിലോട്ട് പോകുന്നു, അല്ലേ? ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ഗ്രാഫ് വരച്ച ഇതായിരിക്കും ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഗ്രാഫിൻ്റെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. എന്നാൽ എബ്രായ ലേഖനകാരൻ പറയുന്നു, അങ്ങനെ ഒരു കാര്യമല്ല നിങ്ങളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ ഓട്ടം എന്തായിരിക്കണം? യാതൊരു രീതിയിലും ഗ്രാഫിൽ താഴേക്ക് പോകാത്ത, അപ്സ് ആൻഡ് ഡൗൺസ് അല്ല, സ്റ്റഡി ആയിട്ടുള്ള ഒരു ഗ്രോത്ത്. ഒരു ദിവസം ആത്മീയതയുടെ നെറുകയിലും പിറ്റേന്ന് വീഴ്ചയുടെ ആഴക്കുഴിയിലും വീണു പോകുന്ന ഒരു സ്റ്റേജ് അല്ല ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു
ഒരു പ്രോബ്ലം നമുക്ക് ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് ഇപ്രകാരം ഒരു സ്ഥിരത നമുക്ക് ലഭിക്കാത്തത് എന്നുള്ളത് നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് പഠിച്ചാൽ, പല ആളുകളുടെയും ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ചില സത്യങ്ങളുണ്ട്. ദൈവം എപ്പോഴും ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട്, സ്ഥിരമായിട്ട്. ഇപ്പം മത്തായിയുടെ സുവിശേഷത്തിൽ ക്രൂശ് എടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ, എന്നെ അനുഗമിക്കുവാൻ ഒരുവൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. പക്ഷെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുമ്പോൾ, നാൾത്തോറും തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. വാട്ട് ഡസ് ഇറ്റ് മീൻ? നാൾത്തോറും. നിങ്ങൾ ഒരു തീരുമാനം, എത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു തീരുമാനം ഒരിക്കലെടുത്താലും ആ തീരുമാനം കൊണ്ട് മാത്രം നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ കഴിയത്തില്ലെന്ന് അതിൻ്റെ അർത്ഥം. നിങ്ങളുടെ തീരുമാനം എത്ര സ്ട്രോങ് ആണെങ്കിലും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്ന വാക്ക്, ഡെയിലി ടേക്കിംഗ് അപ്പ് യുവർ ക്രോസ്. ഡെയിലി നിങ്ങളുടെ ക്രൂശ്, തൻ്റെ ക്രൂശ്, നാൾത്തോറും തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. സോ ഒരു ഡെയിലി വാക്ക്, ഒരു ഡെയിലി ഡിസിഷൻ, ഒരു ഡെയിലി ക്രൂസിഫൈങ് ourselves, നമ്മൾ തന്നെ ദിനം തോറും ക്രൂശിക്കുന്ന ഒരു സ്റ്റേജ് അത്യന്താപേക്ഷിതമാണെന്ന് പറയുന്നത്. എവറി ഡേ വി നീഡ് ടു സീ ദാറ്റ് വി ആർ ക്രൂസിഫൈങ് ourselves. ഓരോ ദിവസവും നമ്മുടെ ക്രൂശ് എടുത്ത് നടക്കുന്ന, എല്ലാ ദിവസവും രാവിലെ ഞാൻ ക്രൂശിക്കപ്പെട്ടവനാണെന്ന ബോധ്യത്തോടുകൂടെ ക്രൂശ് എടുത്ത് നടക്കുന്നതായ ഒരു സ്റ്റേജ് നമുക്ക് ആവശ്യമാണ്. അങ്ങനെ ഒരു ജീവിതമാണ് നമുക്കുള്ളത്, അല്ലെങ്കിൽ ക്രൂശിക്കപ്പെട്ട ഒരു ജീവിതമാണെന്ന് നമുക്ക് ഉള്ളത് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്നറിയാം. ഈ ആരംഭശൂരത്വം എന്ന് പറയുന്ന ഒരു വലിയൊരു പ്രശ്നമാണ്. എന്താ നമുക്ക് മുമ്പിലുള്ള ഓട്ടത്തിലെ തകരാറുകൾ, അല്ലെങ്കിൽ എന്തൊക്കെ പ്രതിസന്ധികൾ എന്നുള്ളതിനെ കുറിച്ച് തിരിച്ചറിയാതെ തീരുമാനമെടുത്താൽ ഉണ്ടാകുന്ന പ്രശ്നം. ലൂക്കോസിന്റെ സുവിശേഷം അതിൻ്റെ 14-ാം അധ്യായത്തിലാണ് കർത്താവ് ഈ ഭാഗങ്ങളെല്ലാം പറയുന്നത്. അതിനകത്തെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഒന്ന് വായിക്കട്ടെ. ചില ആളുകളെ കർത്താവ് അവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ 28-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്ന് അത് തീർപ്പാൻ വകയുണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ? അല്ലെങ്കിൽ അടിസ്ഥാനമിട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്ന് വന്നേക്കും. കാണുന്നവരെല്ലാം ഈ മനുഷ്യൻ പണിയാൻ തുടങ്ങി, തീർപ്പാനോ വകയില്ല എന്ന് പറഞ്ഞ് പരിഹസിക്കുമല്ലോ. അല്ല, ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് പടയേൽപ്പാൻ പുറപ്പെടുന്നതിന് മുമ്പേ ഇരുന്ന് 20,000 വരുന്നവനോട് ഞാൻ 10,000 എതിർപ്പാൻ മതിയോ എന്ന് ആലോചിക്കുന്നില്ലയോ? പോരാ എന്ന് വരികിൽ മറ്റവൻ ദൂരത്തിരിക്കുമ്പോൾ തന്നെ സ്ഥാനാപതികളെ അയച്ച് സമാധാനത്തിനായി അപേക്ഷിക്കുന്നു. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഉപ്പ് നല്ലത് തന്നെ, ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്നുകൊണ്ട് രസം വരുത്തും. പിന്നെ നിലത്തിനും വളത്തിനും കൊള്ളുന്നതല്ല, അതിനെ പുറത്തു കളയും. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇവിടെ കർത്താവ് രണ്ട് ആളുകളെ പരിചയപ്പെടുത്തുകയാണ്. ആദ്യത്തെ ആള് ഞാൻ പെട്ടെന്ന് അങ്ങ് പറയുകയാണ്. ആദ്യത്തെ ആൾ ഒരു ഗോപുരം പണിയാൻ അടിച്ചു. രണ്ടാമത്തെ ആൾ ഒരു യുദ്ധത്തിന് പുറപ്പെട്ടു. യേശു കർത്താവിൻ്റെ പല ഉപമകളും ആ കാലഘട്ടത്തിൽ നടന്ന പല സംഭവങ്ങളുമായിട്ട് ചേർന്നാണ്. അത് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം. ഇത് ശരിക്കും ഈ പിലാത്തോസ് ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യവും ഹെരോദാവിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. പീലാത്തോസിന് ഒരു വലിയ ആഗ്രഹം ഉണ്ടായി. ഗലീലയിലൂടെ വലിയ ഒരു ഇറിഗേഷൻ പ്രോജക്റ്റ് തുടങ്ങണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായി പീലാത്തോസിന്. അപ്പോൾ ഈ ഇറിഗേഷൻ പ്രോജക്റ്റ് തുടങ്ങാനായിട്ട് പൈസ വേണം. ആ പൈസയ്ക്ക് വേണ്ടി ഇദ്ദേഹം റോമിലേക്ക് അപേക്ഷിച്ചു. റോമിൽ നിന്ന് ഇപ്പം പൈസ കിട്ടുമെന്നും വെച്ച് ഇദ്ദേഹം പ്രോജക്റ്റ് അങ്ങ് തുടങ്ങി. എല്ലായിടത്തും കല്ലുമൊക്കെ കുഴിച്ചിട്ട് വലിയ പണിയൊക്കെ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് റോമിൽ നിന്ന് ഒരു ഉത്തരവ് വന്നു. ഈ യഹൂദന്മാരുടെ ഇടയ്ക്ക് ഇങ്ങനെ പൈസ മുടക്കുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല, അവന്മാർ ഭയങ്കര റിബല്യസാണ്, അതുകൊണ്ട് അവന്മാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കണ്ടെന്ന് ഉത്തരവ് വന്നു. പക്ഷേ അവിടെ ഇവിടെയെല്ലാം കുഴിയെടുത്തിട്ടിരിക്കുന്ന സീനാണ്. നമ്മളാണെങ്കിലും ഉണ്ടല്ലോ, മന്ത്രിമാർ വന്ന് കല്ലിട്ട് കഴിഞ്ഞിട്ട് പിന്നെ കല്ലിന് കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ എന്ന് പറയുന്നത്. ഇത് കാണുമ്പം വലിയ കാര്യത്തിനൊക്കെയാണ് കല്ലിട്ടിരിക്കുന്നത്, പക്ഷേ മുകളിലോട്ടുള്ള പണിയൊന്നും നടന്നില്ല. അപ്പോൾ ഈ കഥ പറയുമ്പോൾ പെട്ടെന്ന് അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ ഒരുപക്ഷെ ചിരിച്ചെന്നിരിക്കും. കാര്യം അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് പിലാത്തോസിന്റെ ആ ഒരു ജീവിതമായിട്ട് ബന്ധപ്പെട്ടാണ്. ഒരുത്തൻ ഗോപുരം പണിയാൻ ഇച്ഛിച്ചു കഴിഞ്ഞാൽ ആദ്യം പണിയുന്നതിന് മുമ്പേ തന്നെ ഇത് തീർപ്പാൻ വകയുണ്ടോ എന്ന് നോക്കണം. പണിയാൻ വകയില്ലെങ്കിൽ അവൻ പണിയാൻ പോകരുത്. തീർപ്പാൻ വകയില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ആളുകൾ ഇവനെ കളിയാക്കാൻ തുടങ്ങും. അവൻ പണിയാൻ തുടങ്ങി, പക്ഷേ ഇപ്പം തീർക്കാൻ വകയില്ല. അതുപോലെ 20,000 വരുന്നവനോട് 10,000 എതിരിടുവാൻ കഴിയുമെന്ന് ആദ്യം തന്നെ നോക്കണം. ഇതുപോലെ തന്നെ ഒരു കാര്യമാണ്. ഹേരോദ്യയെ, നമ്മുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഹേരോദ്യയെ ഇങ്ങനെ അടിച്ചു മാറ്റി ഹേരോദാവ് വരുന്ന സമയത്ത് ഹേരോദ്യയുടെ പിതാവ് ഹേരോദാവിനെതിരായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് പുറപ്പെട്ടു. എന്നാൽ യുദ്ധം എന്ന് പറഞ്ഞ് ഹേരോദാവ് ഇവിടുന്നും തുടങ്ങി. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാക്കിയത്
ഹേരോദ്യയുടെ പിതാവ് വന്നിരിക്കുന്നത് ചില്ലറ ആൾക്കാരുമായിട്ടൊന്നും അല്ല, വലിയൊരു സംഘവുമായിട്ടാണ്. ഒടുവിൽ യുദ്ധം ജയിക്കത്തില്ല എന്ന് മനസ്സിലായപ്പോൾ കോംപ്രമൈസിന് പോയി. അപ്പോൾ ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കർത്താവ് ഇത് പറയുന്നത്. ഒരു വലിയ ഗോപുരം പണിയാൻ, ഇപ്പം നമ്മുടെ കാലഘട്ടത്തിൽ വെച്ച് നോക്കി, ഒരു വലിയൊരു ഗോപുരം പണിയാനായിട്ട് എനിക്കിപ്പം 10 ലക്ഷം 1 ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാനൊരു 10 നില കെട്ടിടം പണിയാൻ അടിസ്ഥാനം ഇടാൻ പോലും തികയത്തില്ലല്ലോ, ഇല്ലേ? അപ്പം 10 നിലയ്ക്കുള്ള അടിസ്ഥാനം അങ്ങിട്ടു പണിയാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഉള്ള വീട് വിറ്റിട്ടായിരിക്കും ഇത് തുടങ്ങുന്നത്. ഒടുവിൽ പിന്നെ ഒരു ചാക്ക് കെട്ടുമായിട്ട്, അല്ലെങ്കിൽ ചാക്ക് കൊണ്ട് ഒരു ചെറിയ കുടിൽ പോലും ഉണ്ടാക്കി അവിടെ ഞാൻ എൻ്റെ ഭാര്യയും മക്കളും എല്ലാം കൂടെ ഒക്കെ താമസിക്കുകയാണെങ്കിൽ ആൾക്കാർ പറയും, എടാ ഇവനൊന്ന് ആലോചിക്കണ്ട, ഇവന് ഈ 1 ലക്ഷം രൂപയും കൊണ്ട് ഉള്ളതും കൊണ്ടൊരു വീട് പണിതായിരുന്നെങ്കിൽ അവൻ അവിടെങ്കിലും ജീവിക്കാമായിരുന്നല്ലോ, ഇവൻ ഇരുന്നൊന്നും ആലോചിച്ചില്ലല്ലോ എന്ന് പറയുമല്ലോ. ഇതുപോലെ ക്രിസ്തീയ ജീവിതത്തിലേക്ക് ഒരുവൻ പ്രവേശിക്കാൻ ഇച്ഛിക്കുകയാണെങ്കിൽ, ഒരുവൻ യേശുവിൻ്റെ ശിഷ്യനാകുവാൻ ഇച്ഛിക്കുകയാണെങ്കിൽ, അവൻ അതിന് എന്ത് വില കൊടുക്കണമെന്നുള്ളത് ആലോചിച്ചിട്ട് വന്നാൽ മതി എന്നാണ് കർത്താവ് പറയുന്നത്. ഇല്ലെങ്കിലുള്ള പ്രശ്നം, ചാടിക്കേറി ഇതങ്ങ് തുടങ്ങുകയും ചെയ്യും, ഞാൻ യേശുവിൻ്റെ ശിഷ്യനാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുകയും ചെയ്യും. പറഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അതുപോലുള്ളൊരു ജീവിതം ജീവിക്കാൻ ഇവന് കഴിയാതെ വരുമ്പോൾ നാട്ടുകാർ പറയും, എന്താ പറഞ്ഞത്, നീ യേശുവിൻ്റെ ശിഷ്യനാണ്, എന്നിട്ട് യേശുവിൻ്റെ ശിഷ്യൻ ഇതൊക്കെയാണോടാ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് നാട്ടുകാർ വഴിയിലിട്ട് ചവിട്ടും. അവിടെ പറയുന്നത്, ഉപ്പ് കാരമില്ലാതെ പോയാൽ, അല്ലെങ്കിൽ ഇഫ് ദ സോൾട്ട് ലൂസസ് ഇറ്റ്സ് സോൾട്ടിനെസ്, ഉപ്പുരസമുള്ള സോൾട്ട് നല്ലതാണ്, അത് മനുഷ്യന് പ്രയോജനമുള്ളതാണ്. ഇല്ലെങ്കിൽ അത് നിലത്തിനും കൊള്ളത്തില്ല, വളത്തിനും കൊള്ളത്തില്ല, വഴിയിലിട്ട് കഴിഞ്ഞിട്ട് മനുഷ്യനിട്ട് ചവിട്ടുമെന്ന്. എന്നറിയാമോ, ഇത് കാണുമ്പോൾ ഉപ്പിൻ്റെ രൂപമാണെങ്കിലും ടേസ്റ്റ് ചെയ്യുമ്പോൾ എന്തില്ല, രസമില്ല. ഇന്നത്തെ ക്രിസ്ത്യാനിയുടെയൊക്കെ പ്രശ്നം, നമ്മൾ ഈ ക്രിസ്ത്യാനിയും പെന്തിക്കോസ്താനെയും ഒക്കെ നാട്ടുകാരായിട്ട് ചവിട്ടുന്നതിൻ്റെ കാര്യം എന്നറിയാമോ, ക്രിസ്ത്യാനിയാണെന്ന് പറയാതിരുന്നാൽ പിന്നെ പ്രശ്നമില്ലായിരുന്നു. പക്ഷേ അവകാശവാദങ്ങൾ വലിയ വലിയ കാര്യങ്ങളാണ്. നെഞ്ചത്തടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, മറ്റവൻ പറയും എന്തുവാ, ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല എന്ന് പറയുന്ന സ്റ്റേജ്. നാട്ടുകാരിട്ട് ചവിട്ടുക. എന്തുകൊണ്ടാണെന്നറിയാമോ, യു ഹാവ് ലോസ്റ്റ് യുവർ സോൾട്ടിനെസ്. ട്രൂ ഡിസൈപ്പിൾ ഈസ് ലൈക്ക് ദ സോൾട്ട് ആൻഡ് ദ ഹാഫ് ഹാർട്ടഡ് ഡിസൈപ്പിൾ ഈസ് ലൈക്ക് ടേസ്റ്റ്ലെസ് സോൾട്ട്. അതാണ് ഇവിടെ പറയുന്നത്. യഥാർത്ഥ ശിഷ്യൻ ഉപ്പ് പോലെയാണ്, ഹൃദയം പകുതി ദൈവത്തിന് കൊടുത്തിട്ടുള്ളവൻ ടേസ്റ്റ്ലെസ് ആയിട്ടുള്ള സോൾട്ട് പോലെയാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ ഒരു ഓട്ടത്തിന് നിങ്ങൾ പുറപ്പെടുകയാണെങ്കിൽ ഈ ഓട്ടത്തിൽ എത്രയും ഓട്ടം ഉണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് അറിയണം. യു നീഡ് ടു സിറ്റ് ഡൗൺ ആൻഡ് കൗണ്ട് ദ കോസ്റ്റ്. ഇരുന്ന് തീർപ്പാൻ വകയുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കണം, അല്ലെങ്കിൽ പോകണ്ട. നിങ്ങൾക്ക് ശക്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ദൈവം ശക്തീകരിക്കാൻ നിങ്ങൾക്ക് എന്താണ്, ഇതിനകത്തൊരു വലിയൊരു വ്യത്യാസമുണ്ട്. എനിക്ക് ശക്തിയില്ല എന്ന് പറയുന്നതും എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കൊച്ച് നേഴ്സിങ്ങിന് പഠിക്കാൻ പോവുകയാണ്. നേഴ്സിംഗ് പഠിക്കാൻ പോകുന്ന കൂട്ടത്തിൽ നേഴ്സിംഗ് പഠിക്കാനുള്ള കാലിബർ ഇല്ലാത്ത ഒരു കൊച്ചു കാണും. എന്താണ്, അത്രയും വലിയ ബുദ്ധിയൊന്നും ഇല്ലാത്തത്. എന്നാൽ നേഴ്സിംഗ് പഠിക്കാൻ ഇഷ്ടമില്ലാത്ത പിള്ളേർ കാണും. എന്നാൽ നേഴ്സസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ പോകാമെന്നൊക്കെയുള്ള ചിന്ത കൊണ്ട് ചുമ്മാ പോയി അങ്ങ് ചേരും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങ് വെറുപ്പോടെയായി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇതെന്ത് ചെയ്യുന്നില്ല, ഇത് എൻജോയ് ചെയ്യുന്നില്ല, ഈ പഠനം എൻജോയ് ചെയ്യുന്നില്ല. മറ്റേ കൊച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനല്ല, അവർക്ക് നേഴ്സാകാനുള്ള വലിയ കോളിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ അവർക്ക് വേണ്ടത്ര ബുദ്ധിയില്ല. ഇത് രണ്ടും രണ്ടാ. ഇതുപോലെ ക്രിസ്തീയ ഓട്ടത്തിൽ ചില ആളുകൾക്ക് വേണ്ടത്ര ശക്തിയില്ല എന്നുള്ള ഒരു പേടി. എനിക്കെന്താണ് ശക്തിയില്ല, അതും എനിക്കിത് ഇഷ്ടമില്ല എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. പിന്നെ എന്തുകൊണ്ടാണ് നീ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ല എല്ലാവരും പറയുന്നത് കേട്ടു, ഇങ്ങനെ ഓടിയെങ്കിലേ സ്വർഗത്തിൽ പോകുള്ളെന്ന്, വേറെ ഒരു മാർഗവും ഇല്ലെന്ന് പറഞ്ഞു, എന്നാൽ പിന്നെ വന്നേക്കാമെന്ന് വെച്ചു. അങ്ങനെ ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും ക്രിസ്തീയ ജീവിതം എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. ക്രിസ്തീയ ജീവിതം ആസ്വദിക്കുന്നവരുമുണ്ട്, പ്രയാസപ്പെടുന്നുവെങ്കിലും ആസ്വദിക്കുന്നവരുണ്ട്. എന്നാൽ ക്രിസ്തീയ ജീവിതം എന്താണ്, എപ്പോഴും ഡിസ്കണ്ടന്റ്മെന്റ്, അസംതൃപ്തിയോടുകൂടെ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ആളുകളുണ്ട്. എനിക്ക് തോന്നുന്ന നല്ലൊരു ശതമാനം ആളുകൾ അങ്ങനെയാണ്. വേറെ ഗതിയില്ലാത്തതുകൊണ്ട്. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് വീതം നൽകപ്പെട്ട ഒരു നാമവും ഇല്ല. ഉണ്ടായിരുന്നേ അതിൻ്റെ പുറകെ പോയേനെ, പക്ഷെ അതില്ലല്ലോ, എന്തോ ചെയ്യാനാ. അതുകൊണ്ട് എന്നാൽ പിന്നെ ഇതിൻ്റെ പുറകെ പോയേക്കാം, അല്ല എന്തോ ചെയ്യാനാ നമ്മൾ, എന്തൊരു പ്രയാസോ ദൈവമേ, ഇതല്ലാതെ നീ വേറെ ഒരു മാർഗവും തന്നിട്ടില്ല, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെയുള്ള എന്തോ എൻജോയ്മെൻ്റ് ഇല്ലാത്ത ഇങ്ങനെ ഒരു ലൈഫ് എനിക്ക് തന്നല്ലോ എന്ന് പറഞ്ഞ് വിലപിച്ചുകൊണ്ട് എന്നും, എൻ്റെ ബ്രദറെ നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടു പോയില്ലയോ, രക്ഷിക്കപ്പെട്ടുപോയില്ലയോ എന്നാണ് പലരും പറയുന്നത്. രക്ഷിക്കാന്ന് പറഞ്ഞൊന്ന് നിർത്തും, പിന്നെ എന്താണ്, പെട്ടുപോയില്ലേ ബ്രദറെ, പിന്നെ എന്തോ ചെയ്യാനാ. ഇങ്ങനെയുള്ള ആളുകളാണ് ഈ ടേസ്റ്റ്ലെസ് സോൾട്ട് എന്ന് പറയുന്നത്. ശക്തിയില്ലാത്തവരല്ല, എന്താണ്,
ഇഷ്ടമില്ലാത്തവർ അല്ലെങ്കിൽ സംതൃപ്തിയില്ലാത്തവർ. എന്നാൽ ചില ആളുകളുണ്ട്, അവർ പലപ്പോഴും പരാജയപ്പെടുന്നവരായിരിക്കും, പലപ്പോഴും അവർക്ക് വീഴ്ചകൾ ഉണ്ടാകുന്നുണ്ടായിരിക്കും, പക്ഷെ അവർക്ക് സംഹാവ് ഒരു ക്രിസ്തീയ ജീവിതം ജീവിക്കുന്നവർ എൻജോയ് ചെയ്യുന്നവരാ. അവരുടെ ജീവിതത്തിൽ പാളിച്ചകളില്ല എന്നുള്ളതല്ല, പാളിച്ചകൾ ഉണ്ടായിരുന്നേക്കാം, പക്ഷേ എങ്ങനെയും യേശുവിൻ്റെ രൂപത്തോട് അനുരൂപപ്പെടുവാനുള്ള വലിയ അഭിവാഞ്ചയോടുകൂടെ അതിനുവേണ്ടി മുന്നേറുന്ന വ്യക്തികളുണ്ട്. എന്നതുപോലെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഈ ഓട്ടത്തിൽ അത് എൻജോയ് ചെയ്യാത്ത ഒരുത്തനാണെങ്കിൽ അതാണ് കൗണ്ട് ദ കോസ്റ്റ് എന്ന് പറയുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല. നിനക്ക് തീർപ്പാൻ വകയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് തീർപ്പാൻ ഇഷ്ടമുണ്ടോ എന്നാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ചോദ്യം. അല്ലാതെ നിനക്ക് ഹ്യൂമൻലി മാനുഷികമായി നിനക്കതിനുള്ള ശക്തി ഉണ്ടോ കഴിവുണ്ടോ എന്നുള്ളതല്ല. പ്രിയമുള്ളവരെ, മാനുഷികമായി ഈ ഓട്ടത്തിനുള്ള ശക്തി നമുക്ക് ആർക്കുമില്ല. ആർക്കാ ഉള്ളേ? ആർക്കുമില്ല. കർത്താവിൻ്റെ കൽപ്പനകളെല്ലാം അനുസരിക്കാൻ ശക്തിയുള്ള ആളുകൾ എത്ര പേരുണ്ട്? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നിട്ട് അതിനോട് ചേർന്ന് പറയുക, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, പിതാവ് സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് അയച്ചു തരും. ആദ്യം പറയുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. കൽപ്പന കാക്കാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. എന്താണ്? പേടിയല്ല. നമ്മളൊക്കെ കൽപ്പന കാക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാം? പേടി കൊണ്ടാണ്. പേടിച്ച ഒരു കൽപ്പന തെറ്റിച്ചു കഴിഞ്ഞാൽ വല്ല നരകത്തിലോ വല്ലതും പോയാലെന്നുള്ള പേടി കൊണ്ടാണ്. ഞാൻ ചിലപ്പോൾ ആളുകളോട് ചോദിക്കാറുണ്ട്, ദൈവം എങ്ങാണ് ഇങ്ങനെയൊന്ന് പറയാമെന്ന് വെച്ചു. കുഞ്ഞുങ്ങളെ, നിങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ കൈപൊക്കിയതാണല്ലോ. നിങ്ങളുടെ 12-ാമത്തെ വയസ്സിലോ 18-ാമത്തെ വയസ്സിലോ 42-ാമത്തെ വയസ്സിലോ നിങ്ങൾ കൈപൊക്കി യേശുവിനെ സ്വീകരിച്ചതാണല്ലോ. അത് മതി. നിങ്ങളെങ്ങനെ ജീവിച്ചാലും എനിക്കൊരു വിഷയമല്ല. നിങ്ങളെങ്ങനെ ജീവിച്ചാലും നിങ്ങളെ ഞാനങ്ങ് സ്വർഗത്തിൽ കൊണ്ടുപോയിക്കോളാം എന്നെങ്ങാണം ദൈവം പറഞ്ഞാൽ, അങ്ങനെ പറയത്തില്ല, ആരും ആഗ്രഹിക്കാൻ വേണ്ട, എന്നാൽ അങ്ങനെ എങ്ങാണം ദൈവം ഒന്ന് പറയാണെന്ന് വെച്ചു, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നിനക്ക് കള്ളു കുടിച്ചോ, നിനക്ക് വ്യഭിചരിച്ചോ, നിനക്ക് വഴക്കുണ്ടാക്കിയോ, അടി ഉണ്ടാക്കിക്കോ, രാഷ്ട്രീയം കളിച്ചോ, സഭയ്ക്കകത്ത് രാഷ്ട്രീയം കളിക്കണോ, എന്ത് വേണേൽ ചെയ്തോ, ഇതൊന്നും എനിക്ക് വിഷയമല്ല. നീ കൈവക്കിയതല്ലോ, നിന്നെ ഞാൻ കൊണ്ടുപോയിക്കോളാം, എന്ത് ചെയ്താലും കൊണ്ടുപോയിക്കോളാം എന്നെങ്ങാണം പറഞ്ഞാൽ ഇന്ന് ജീവിക്കുന്ന പോലെ ആയിരിക്കുമോ നിങ്ങൾ നാളെ ജീവിക്കുന്നത്? ആണോ? പറ, നിങ്ങൾ ആത്മാർത്ഥയോട് പറ. ഒരിക്കലും അല്ല. കാര്യം, എത്രയോ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിട്ടും അതൊക്കെ ചെയ്യാഞ്ഞത് എന്തുകൊണ്ടാണ്? അയ്യോ എൻ്റെ ദൈവമേ, ഇതെങ്ങാനും ചെയ്ത് കഴിഞ്ഞ് നരകത്തിനകത്ത് പോയി കഴിഞ്ഞാൽ ഇല്ലേ, വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഇതെല്ലാം ചെയ്യാതെ ജീവിക്കുന്നത്. അതിൻ്റെ കാര്യം എന്നറിയാമോ? നമ്മൾ പേടിച്ചാണ് നിയമങ്ങൾ അനുസരിക്കുന്നത്. യഹൂദൻ അങ്ങനെ ആയിരുന്നു. യഹൂദൻ ദൈവത്തെ എപ്പോഴും വിളിച്ചത് അഡോണായി എന്നാണ്, യജമാനനെ എന്നാണ് വിളിച്ചത്, കർത്താവെ എന്നാണ് വിളിച്ചത്. അവൻ ഒരിക്കലും പിതാവെ എന്ന് വിളിക്കുന്നത് അത്ര സന്തോഷത്തോടെ അല്ല. അവന് ദൈവത്തെ പേടിയായിരുന്നു. എന്നാൽ കർത്താവ് വന്നിട്ട് പറഞ്ഞു, കോൾ ഹിം ആബാ ഫാദർ. അവനെ അപ്പ. വീട്ടിൽ നീ എന്നാ വിളിക്കുന്നത്? നമ്മുടെ വീട്ടിലാരും നമ്മൾ അപ്പനെ പിതാവേ എന്നൊന്നുമല്ല വിളിക്കുന്നത്, ആണോ? രാവിലെ നമ്മൾ ഒരു ഗ്ലാസ് കാപ്പി അപ്പച്ചന് കൊണ്ട് പപ്പായ്ക്ക് കൊണ്ട് കൊടുക്കുന്നത് പിതാവേ ഇതാ കാപ്പി എന്ന് വല്ലതും പറഞ്ഞുകൊണ്ടല്ലോ ആണോ? ഒന്നും അല്ലല്ലോ. നമ്മൾ വിളിക്കുന്ന നമ്മളുടെ വീട്ടിലെ പേരുണ്ടല്ലോ, അതുപോലെ യഹൂദന്മാരായ ആളുകൾ അരാമയ്ക്കിൽ, അന്ന് അവർ അരാമ്യ ഭാഷയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്, അവർ വീട്ടിൽ വിളിക്കുന്ന പേരാണ്, വീട്ടിൽ അപ്പനെ വിളിക്കുന്നതാണ് ആബാ എന്ന് പറയുന്നത്. കർത്താവ് പറഞ്ഞു, സ്വർഗസ്ഥ പിതാവിനെ നിങ്ങൾ ആബാ എന്ന നിലയിൽ വിളിക്കുക, പേടി വിട്. പക്ഷേ പേടിയില്ലാത്തത് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അപ്പനെ അനുസരിക്കാതിരിക്കുമോ? ഇല്ല. എന്തുകൊണ്ട് അനുസരിക്കുന്നത്? ബിക്കോസ് യു ലവ് ഹിം. സ്നേഹിക്കുന്നത് കൊണ്ട്, ഇല്ലേ? പേടിച്ചിട്ടല്ല, സ്നേഹിക്കുന്നത് കൊണ്ട്. പ്രിയമുള്ളവരെ, കൽപ്പനയുടെ അനുസരണം എന്ന് പറയുന്നത് ദൈവം നമ്മളെ നരകത്തിൽ തള്ളിയിടുമെന്നുള്ള പേടി കൊണ്ട് ആണെങ്കിൽ അത് പഴയ കാലത്തെ യഹൂദന്മാരുടെ കാലഘട്ടത്തിലെ അനുസരണം പോലെ ഉള്ളൂ. പക്ഷേ ഇന്ന് നാം കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിക്കേണ്ടതിൻ്റെ കാരണം നമ്മുടെ ഒരു പാപപ്രവൃത്തി അവനെ വേദനിപ്പിക്കുമോ എന്നുള്ള പേടിയിൽ നിന്നായിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. യു വിൽ ഒബേ മൈ കമാൻഡ്മെന്റ്സ് ബിക്കോസ് യു ലവ് മീ. പക്ഷെ അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. എന്താണ്? കൽപ്പനകൾ കാക്കുവാനുള്ള ശക്തി എനിക്കില്ല. നമുക്കെല്ലാം കൽപ്പന കാക്കണമെന്ന് ആഗ്രഹമുണ്ട്, നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ പലപ്പോഴും നമുക്കതിനുള്ള ശക്തിയില്ല. അങ്ങനെ ശക്തിയില്ലെങ്കിൽ എന്താ കർത്താവ് ചെയ്യുന്നത്? അവിടെയാണ് അടുത്ത വാക്യം. നമ്മൾ പറയുന്നത്, കർത്താവെ എനിക്ക് കൽപ്പനയൊക്കെ അനുസരിക്കാൻ ശക്തിയില്ലാത്തത് കൊണ്ട് എല്ലാം ഒന്നും എനിക്ക് അനുസരിക്കാൻ കഴിയുന്നില്ല, നീ ഒരു കാര്യം ചെയ്യുക, അതിനകത്ത് കുറച്ചൊക്കെ ഒന്ന് കുറച്ചതാ. ഞാൻ എല്ലാം ഒന്നും അനുസരിക്കത്തില്ല, കുറച്ചൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ. ഞാൻ ഒത്തിരി അടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, നടന്ന കാര്യമാണ് പറയുന്നത്. എൻ്റെ ഒരു സഹോദരൻ ഒരു സ്ഥലത്ത് ചെന്നിട്ട്, സഭയിൽ ചെന്നിട്ട് പ്രസംഗിച്ചു.
പ്രിയമുള്ളവരെ, ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മൾ അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകണമെന്ന്. അതുകൊണ്ട് കർത്താവ് നടന്നതുപോലെ നടക്കാനാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവോദ്ദേശ്യം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കണ്ണുകൾ കർത്താവിൻ്റെ കണ്ണുകൾ പോലെ ആയിരിക്കണം. കർത്താവ് നോക്കാത്ത ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ നോക്കാൻ പാടില്ല. കർത്താവ് ഉച്ചരിക്കാൻ സാധ്യതയില്ലാത്തൊരു വാക്ക് നിങ്ങളുടെ വായിൽ നിന്ന് പുറത്തു വരാൻ പാടില്ല. കർത്താവ് ചെയ്യാത്ത ഒരു പ്രവൃത്തി നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെ യേശു ജീവിച്ചതുപോലെ തന്നെ ജീവിക്കണമെന്നാണ് നിങ്ങളെക്കുറിച്ചുള്ള ആഗ്രഹം. അത് ചെയ്യാനായിട്ട് നമ്മൾ നിർണയിക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തിൽ നമ്മൾ അനുരൂപരാകേണ്ടതെന്ന് പറഞ്ഞു. സഭക്കാരെല്ലാം ഇങ്ങനെ വരണ്ടിരിക്കുക, ഇപ്പം യേശു ജീവിച്ച പോലൊക്കെ നമുക്കിപ്പോൾ ജീവിക്കാൻ പറ്റുമോ? ഇങ്ങനെ വിഷമിച്ചിങ്ങനെ ശ്വാസമൊക്കെ പിടിച്ചിരിക്കുമ്പോൾ പാസ്റ്റർ അതിനുശേഷം പറഞ്ഞു, നല്ല കാര്യമാണ് സഹോദരന്മാരെ, വേദപുസ്തകപ്രകാരം അങ്ങനെയൊക്കെയാ നമ്മൾ കാണുന്നത്. നമ്മൾ കർത്താവ് ജീവിച്ച പോലെ ജീവിക്കേണ്ടതാകുന്നു. എന്നാൽ എല്ലാം ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റിയില്ലെങ്കിലും നമ്മൾ ആ ലാഭോളം അതൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ പരിശ്രമിക്കേണ്ടതാണ് എന്ന് പാസ്റ്റർ പറഞ്ഞപ്പോഴാണ് വിശ്വാസികളുടെ ശ്വാസം നേരെ വീണത്. അപ്പം നമ്മൾ പറയുന്നത് എന്താണ്? എല്ലാം ഒന്നും നമുക്ക് അനുസരിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മളാൽ ആവോളം. പ്രിയമുള്ളവരെ, നമ്മളാൽ ആവോളം എന്ന് പറയുന്ന ഒരു വാക്ക് ഒരു ബിബ്ലിക്കൽ വേർഡ് അല്ല. കാര്യം നമ്മളാൽ ഒന്നും ആവത്തില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും, പക്ഷെ നിങ്ങൾക്ക് അതിനുള്ള ശക്തിയില്ലെന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളെ അതിന് ശക്തീകരിക്കേണ്ടതിന് ഞാൻ ഒരാളെ പറഞ്ഞുവിടാം. അവൻ്റെ പേരാണ് സത്യത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്. അപ്പോൾ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കൽപ്പനകളെ നമ്മൾ അനുസരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലല്ല, അല്ലാതെ സ്വന്തം ശക്തിയിലല്ല. എന്നാൽ അതേസമയം ഇന്ന് ഞാൻ ഒരു വ്യക്തിയുമായി സംസാരിച്ച സമയത്ത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഞാൻ സംസാരിച്ച കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞ ഒരു കാര്യം അവർ പറഞ്ഞു, ഒരു വലിയ കോളിങ് കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്, പക്ഷേ അതിനുള്ള ശക്തി ഞങ്ങൾക്കില്ല. ക്രൂശെടുത്തവനെ അനുഗമിക്കാൻ കർത്താവ് ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷേ അതിനുള്ള ശക്തി എനിക്കില്ല. നമ്മുടെ ശക്തി നമുക്കില്ല, ശരിയാണ്, പക്ഷെ മനസ്സുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. എന്നിട്ട് പെട്ടെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ 22-ാം അധ്യായത്തിൽ യേശു കർത്താവ് ഗത്സമന തോട്ടത്തിൽ ചെന്നിട്ട് കർത്താവിനോട് പറയുന്നു, കർത്താവേ, ഇഫ് ഇറ്റ് ഈസ് യുവർ വിൽ, നിന്റെ ഇഷ്ടമാണെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കിക്കളയണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ നിർവഹിക്കപ്പെടുമാറാകട്ടെ. അവിടെ എഴുതിയിരിക്കുന്നത്, അപ്പോൾ ഒരു ദൂതൻ വന്ന് അവനെ ശക്തീകരിച്ചു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ ദൈവത്തിൻ്റെ പുത്രൻ വരെ മാനുഷിക ശരീരത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ഫോർ ഹിം, ദൈവത്തിൻ്റെ ഇഷ്ടം പൂർണ്ണമായി നിർവഹിക്കുവാൻ. എന്നാൽ പിതാവിൻ്റെ ഇഷ്ടം പൂർണ്ണമായി നിർവഹിക്കുവാനുള്ള മനസ്സ് അവനുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ പറഞ്ഞു, ഇല്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിൻ്റെ പുറകെ പോകത്തില്ല, ഞാൻ നിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി എന്നെ തന്നെ സമർപ്പിക്കുന്നു. തീരുമാനമെടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ദൂതൻ വന്നവനെ ശക്തീകരിച്ചു. തീരുമാനമെടുക്കാൻ വേണ്ടി ദൈവം ഒരിക്കലും ദൂതനെ അയക്കത്തില്ല. പക്ഷെ തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൽ നിലനിൽക്കുവാനും ഉറയ്ക്കുവാനും ജീവിക്കുവാനും സ്വർഗത്തിൽ നിന്നൊരു ദൂതനെ അയക്കുവാനും ദൈവത്തിന് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല എന്ന് നിങ്ങൾ ഓർക്കണം. പക്ഷെ തീരുമാനം നിങ്ങളുടെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തീരുമാനമെടുക്കാനായിട്ട് അതിനുള്ള ശക്തി നമുക്ക് തന്നെ ഉണ്ടല്ലേ പറ്റുള്ളൂ. പക്ഷെ ആ തീരുമാനത്തിൽ ജീവിക്കുവാൻ തീർച്ചയായും ദൈവം നിങ്ങളെ ശക്തീകരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത്, ഇതിനെ രണ്ടായിട്ട് കാണണം. എന്ത്? ഒരുവനൊരു ഗോപുരം പണിവാൻ ഇച്ഛിച്ചാൽ അവന് തീർപ്പാൻ വകയുണ്ടോ എന്ന് പറയുമ്പോൾ മാനുഷികമായി അവന് ശക്തി ഉണ്ടോ എന്നുള്ളതല്ല, അവൻ അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുന്നുവോ എന്നുള്ളതാണ് ചോദ്യം. വരാൻ പോകുന്ന ആ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുവാൻ അവൻ ഒരുങ്ങിയിരിക്കുന്നുവോ? ഒരുപക്ഷെ മരണത്തെ വരെ, ഇന്ന് ഞാൻ സംസാരിച്ച വ്യക്തി പറഞ്ഞതാണ്, വി നോ ഈവൻ അവർ ലൈഫ് ഈസ് ഇൻ ഡേഞ്ചർ, ദാറ്റ്സ് വാട്ട് അവർ കോളിംഗ്. ഞങ്ങൾക്കറിയാം ഒരുപക്ഷെ ഞങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാകുന്ന നിലയിലുള്ള ഒരു കോളിംഗ് ആ കർത്താവ് എനിക്ക് തന്നിരിക്കുന്നത്. പക്ഷെ അതിനുള്ള മനസ്സുണ്ടെങ്കിൽ അതിനുള്ള ശക്തി കർത്താവ് തന്നിരിക്കും. അതിനുള്ള മനസ്സ് ഇന്നും ക്രിസ്തീയ ജീവിതത്തിൽ ഓട്ടക്കളത്തിൽ വന്നു നിൽക്കുമ്പോൾ ഓടാനുള്ള ശക്തി ഉണ്ടോ എന്നുള്ളതിനേക്കാൾ ഉപരി ഓട്ടക്കളത്തിലെ സകല പ്രതിസന്ധികളെയും നേരിടുവാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും അതിനുള്ള ശക്തി കർത്താവ് പകർന്നു തരും എന്നതിന് യാതൊരു സംശയവുമില്ല. എടുത്തു ചാടി ചില കാര്യങ്ങൾ പറയുന്നതിനകത്ത് മാത്രം അർത്ഥമില്ല.
2-3 വ്യക്തികളുടെ കാര്യം കർത്താവ് പറഞ്ഞത് ഞാൻ ഒന്ന് ഓടിച്ചു പറയട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 57 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളവിടെ 3 വ്യത്യസ്തരായ ആളുകൾ യേശു കർത്താവിനെ അനുഗമിക്കുവാൻ തയ്യാറായിക്കൊണ്ട്, ചെറിയ രീതിയിലല്ല, വളരെ ഫാസ്റ്റായിട്ട് വന്നിട്ടുള്ള ആളുകളെ നമ്മളവിടെ കാണുന്നുണ്ട്. അതിൻ്റെ ആദ്യത്തെ ആൾ പറയുന്നത്, അവൻ വഴി നടന്നു പോകുമ്പോൾ, 57-ാം വാക്യത്തിൽ, അവൻ വഴി നടന്നു പോകുമ്പോൾ ഒരുവൻ അവനോട്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞു. യേശു അവനോട്, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവുകൾക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തലചായ്പ സ്ഥലമില്ല എന്ന് പറഞ്ഞു. വേറൊരുത്തിനോട്, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. അവനോട്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിട്ട് നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക എന്ന് പറഞ്ഞു. മറ്റൊരുവൻ, കർത്താവേ, ഞാൻ നിന്നെ അനുഗമിക്കാം, ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറവാൻ അനുവാദം തരയണം എന്ന് പറഞ്ഞു. യേശു അവനോട്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല എന്ന് പറഞ്ഞു. ഇവിടെ ഈ ഭാഗം ഞാൻ പറയാൻ കാര്യം, ഈ ഏറ്റവും ഒടുവിൽ കർത്താവ് പറഞ്ഞു നിർത്തുന്ന വാക്യമാണ്. സ്റ്റേബിൾ അല്ലാത്തവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല, സ്ഥിരതയില്ലാത്തവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവൻ അല്ല. ആദ്യത്തെ വ്യക്തി, ഞാൻ ആദ്യത്തെ ഈ വ്യക്തിയെ വിളിക്കുന്നത് ഈസ് മിസ്റ്റർ സൂപ്പർ ഫാസ്റ്റ്. അവൻ പറയുന്നത് എന്നാണെന്നറിയാമോ? ഓടി വന്നിട്ട് അവനോട്, കർത്താവ് നീ എന്നെ അനുഗമിക്കുക, ഒന്നും ചോദിച്ചില്ല. പലപ്പോഴും കർത്താവ് ആളുകളെ വിളിക്കുമ്പോൾ കർത്താവ് അങ്ങ് വിളിക്കുകയാണ്, അല്ലേ? എന്നെ അനുഗമിക്കുക, അല്ലേ? കർത്താവ് തന്റെ ശിഷ്യന്മാരെ എല്ലാം വിളിക്കുമ്പോഴത്തേക്ക് കർത്താവ് എന്നിട്ട് പറഞ്ഞു, ഫോളോ മീ. പക്ഷേ ഇവിടെ കർത്താവ് ഇവനോട് അനുഗമിക്കാൻ പറയുന്നൊന്നുമില്ല. പക്ഷെ ഇവൻ ഓടി ചെന്നിട്ട് ഓഫർ ചെയ്യുകയാണ്, യെസ് ലോർഡ്, ഐ വോണ്ട് ടു ഫോളോ യു, ഐ വിൽ ഫോളോ യു വെയറെവർ യു ഗോ. എവിടെയൊക്കെ നീ പോകുന്നോ അവിടെ എല്ലാം, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം. ഇവന്റെ പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിയായ ഒരു ഒരു തിരിച്ചറിവ് അവനുണ്ടായില്ല. അവൻ എവിടൊക്കെ അതായത് യേശു എവിടൊക്കെ പോകുമെന്നുള്ളത് അവൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ കർത്താവ് ഇങ്ങനെ ചോദിച്ചു കാണും, ഇവിടെ എഴുതിയിരിക്കുന്നത് പോട്ടെ, നമ്മളിപ്പോൾ ആ ഭാവനയിൽ ആ കാര്യം കാണുക. കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു, കർത്താവ് നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം. കർത്താവ് അവൻ്റെ അടുത്ത് ചോദിച്ചു, ഓക്കെ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഞാൻ എവിടൊക്കെ പോകുന്നത് നീ കണ്ടിട്ടുണ്ട്? ഉടനെ അവൻ പറയാം, നിനക്കറിയത്തില്ലേ, ഞാൻ ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ ആ 3-ാമത്തെ പന്തിയുടെ 2-ാമതിരുന്നത് ഞാനാ. നീ എവിടെ പോകുന്നുള്ളൂ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, വേറെ എവിടെ കണ്ടിട്ടുണ്ട്? ഒരു കാര്യം മറന്നുപോയി, അതിന് മുമ്പേ തന്നെ ഞാൻ നിന്നെ കണ്ടായിരുന്നു. കാനാവിലെ കല്യാണത്തിൽ വന്നപ്പോഴേ ഞാനും ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ അത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ചോദിച്ചു, പിന്നെ നീ എവിടെ എന്നെ കണ്ടിട്ടുണ്ട്? ലാസറിന്റെ കല്ലറയുടെ അവിടെ ഉയർപ്പിച്ചപ്പം ഞാനവിടെ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ 4 പേര് തട്ടുപൊളിച്ച് തളർവാദക്കാരനെ കൊണ്ട് വന്നപ്പോൾ ഞാനവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ഞാനിങ്ങനെ കോരിത്തരിച്ചു പോയില്ലേ? കർത്താവ് ചോദിച്ചു, ഞാൻ എവിടൊക്കെ പോകുമെന്നാ, ഇനി എവിടൊക്കെ പോകുമെന്നാ നിന്റെ ചിന്ത? എവിടൊക്കെ പോകാനാ? ഇതുപോലുള്ള സ്ഥലങ്ങളിലായിരിക്കും നീ പോകുന്നല്ലേ? അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, അല്ല, ഞാൻ ഇപ്പൊ പോകുന്ന വേറെ സ്ഥലത്തോട്ടാ. എവിടെ? ഞാൻ വരാം. പക്ഷെ ഞാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് കാൽവറി എന്ന് പറയും. അവിടെ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് തല ചായ്പാൻ ഇടമില്ലാത്ത ഒരു സ്റ്റേജാണ്. ക്രൂശിലേക്കാണ് ഞാൻ പോകുന്നത്. വരുന്നുണ്ടോ എൻ്റെ കൂടെ? നീ വരുന്നുണ്ടോ? അവൻ്റെ പൊടി പോലും പിന്നെ കണ്ടില്ല. അപ്പോൾ ഇത് തന്നെയാണ് പലപ്പോഴും നമ്മുടെ നല്ലൊരു ശതമാനം ആളുകൾ ഓട്ടം ഓടാൻ തുടങ്ങുമ്പോൾ കാണുന്ന പ്രശ്നം. ഇന്നത്തെ ഒരു വലിയ പ്രശ്നം, ക്രൂസൈഡുകളിലും മറ്റും നമ്മൾ ആളുകളെ കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയ യേശുവിനെയും 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച യേശുവിനെയും മരിച്ചവരെ ഉയർപ്പിച്ച യേശുവിനെയും ഒക്കെ മാത്രമേ കാണിച്ചു കൊടുത്തിട്ടുള്ളൂ. ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ നമ്മൾ കാണിച്ചു കൊടുത്തില്ല. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാണനെ വിടുന്ന യേശുവിൻ്റെ ദർശനം കൊടുക്കാത്തത് കൊണ്ട് യേശു ആരാണെന്നറിയാതെ അനുഗമിക്കുന്ന അനേകം. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിനോട് സംസാരിച്ചപ്പോഴത്തേക്ക്, എന്തുകൊണ്ടാ പത്രോസ് അകലം വിട്ട് പിന്മാറിയത്? അകലം വിട്ട് യേശുവിനെ അനുഗമിക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് യേശുവിനെ അവൻ തള്ളി പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, എൻ്റെ സുഹൃത്ത് പറഞ്ഞ കാര്യം, ഇപ്പോഴവൻ യേശുവിനെ ശരിക്കും മനസ്സിലായത്, അതുകൊണ്ടാണ് തള്ളി പറഞ്ഞത്, വേറെ കാര്യമൊന്നുമില്ല. ഇതുവരെയും യേശു ആരാണ് എന്നുള്ളത് കൃത്യതയോടുകൂടെ പത്രോസ് മനസ്സിലാക്കിയിരുന്നില്ല. പത്രോസ് ചിന്തിച്ചത് ഇതൊക്കെയാണെങ്കിലും ഏറ്റവും ഒടുവിലെങ്കിലും അവൻ രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു. ഞാൻ പറയട്ടെ, മിക്ക ആളുകളും യേശുവിനെ അനുഗമിക്കുന്നത് യേശു ആരാണെന്ന് തിരിച്ചറിയാതെയാണ്. അതുകൊണ്ടാണ് ഈ ക്രൂസൈഡിനോടുള്ള എനിക്കുള്ള ഏക വിരോധവും. ക്രൂസൈഡുകളിലൊന്നും ക്രോസ് പ്രസംഗിക്കുന്നില്ല. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ക്രൂസൈഡ് എന്ന് പേരേ ഉള്ളൂ. ക്രൂസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂശ് അവിടെ പ്രസംഗിക്കണം.
ഇതിൻ്റെ പേര് വല്ല ക്രൗണൈഡെന്നോ വല്ലതും ആക്കണം. കാര്യം പ്രസംഗിക്കുന്നത് ക്രൗണിനെ കുറിച്ച് മാത്രമാണ്, കിരീടം കിട്ടുന്ന കാര്യം മാത്രമേ പറയുന്നുള്ളൂ. പ്രിയമുള്ളവരെ, ഈ മിസ്റ്റർ സൂപ്പർ ഫാസ്റ്റിനെ കാണാനില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? അവൻ കോസ്റ്റ് അറിഞ്ഞപ്പോൾ അത് കൊടുക്കാൻ മനസ്സില്ലാത്തവനായി, കഴിവില്ലാത്തവനായല്ല, മനസ്സില്ലാത്തവനായി മടങ്ങിപ്പോയി. ഇന്നും ആളുകൾ ഓട്ടക്കളത്തിൽ വന്ന് നിന്ന് ശരിയായിട്ടുള്ള കോസ്റ്റ് എന്താണെന്ന് അറിയാതെ ചാടി ഇറങ്ങി പുറപ്പെടുന്നുണ്ട്. ഒടുവിൽ വഴിക്ക് വെച്ച് ഇട്ടേച്ചു പോകുന്നു. നാട്ടുകാർ വഴിക്കിട്ട് ചവിട്ടുന്നു. അതുകൊണ്ട് ഒരുവൻ യേശുവിനെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ എന്ത് നേരിടേണ്ടി വരുമെന്നുള്ള പൂർണ്ണമായ തിരിച്ചറിവോടുകൂടെ അവനെ അനുഗമിക്കുവാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അവൻ്റെ ഓട്ടം ഒരു പാളിച്ചയാണ്, പരാജയമാണ്. രണ്ടാമത്തെ ആൾ വന്നപ്പോൾ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ, രണ്ടാമത്തെ ആൾ വന്നപ്പോഴത്തേക്ക് അവൻ പറഞ്ഞതെന്നറിയാമോ? കർത്താവേ, ഞാൻ നിന്നെ അനുഗമിക്കാം. വേറൊരുത്തിന് അവനോട് എന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ എനിക്ക് അനുവാദം തരണമെന്ന് പറഞ്ഞു. അവനോട് മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിട്ട് നീയോ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക എന്ന് പറഞ്ഞു. അപ്പം ഇവൻ ചോദിച്ചൊരു ന്യായമായ ആ കാര്യമല്ലേ എന്ന് പെട്ടെന്ന് ഇത് വായിക്കുമ്പോൾ തോന്നും. എടാ, അപ്പൻ മരിച്ചു കിടക്കുമ്പം ഒന്ന് കുഴിച്ചിട്ട് വരട്ടെ എന്ന് ചോദിച്ചിട്ട് അത് സമ്മതിക്കാത്ത കർത്താവ് എന്തോ കർത്താവാ? ഇത്രയ്ക്കും ക്രൂരനാണോ കർത്താവ് എന്ന് ഞാൻ ആദ്യം ഇത് വായിച്ചപ്പോൾ ആലോചിച്ച് പോയി. ആരാ അത് സമ്മതിക്കാത്ത? സ്വന്തം അപ്പൻ മരിച്ചു കിടക്കുമ്പോൾ അവൻ അതിനെ മരിച്ചു കിടക്കുന്ന അപ്പനെ കുഴിച്ചിടാൻ സമ്മതിക്കാത്ത ഒരു കർത്താവ് എന്നാ കർത്താവാണ്? പക്ഷെ അവിടെയാ പ്രശ്നം. അപ്പൻ മരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൻ മരിച്ചു കിടന്നിട്ടല്ല ഇവനിത് പറയുന്നത്. അവൻ പറഞ്ഞത് അപ്പൻ മരിച്ച് കുഴിച്ചിട്ടിട്ട് വരാമെന്നാ പറയുന്നത്. അല്ലാതെ ഇപ്പം മരിച്ചു കിടക്കുകയല്ല. മരിക്കും, മരിച്ചു കഴിഞ്ഞിട്ട് കുഴിച്ചിട്ടിട്ട് വരാം. എന്താ അതിൻ്റെ അർത്ഥമെന്നറിയാമോ? യഹൂദന്മാരുടെ പശ്ചാത്തലത്തിൽ, നമ്മുടെയും പശ്ചാത്തലത്തിൽ മക്കൾക്ക് സമ്പത്ത് കിട്ടുന്നത് എപ്പോഴാ? അപ്പൻ മരിച്ചു കഴിയുമ്പോഴാണ്. അല്ലാതെ മക്കൾക്ക് ഒരിക്കലും സമ്പത്ത് കിട്ടത്തില്ല. അപ്പൻ മരിച്ചു കഴിഞ്ഞാൽ സമ്പത്ത് ആരുടെ വകയാണ്? മക്കളുടെ വകയാണ്. അപ്പൊ അതുകൊണ്ട് ഇവൻ പറഞ്ഞത്, കർത്താവെ, ഞാൻ വന്നപ്പോൾ തൊട്ട് നിന്റെ കൂടെ കൂടിയ ആളുകളെല്ലാം നോക്കുമായിരുന്നു, എല്ലാം അത്തപ്പാടികളാ. യുവന്മാരുടെ കൂടെ കൂടി കഴിഞ്ഞാൽ ഒന്നും പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല, ഒരുത്തൻ്റെ കയ്യിൽ ഒരു പൈസയും ഇല്ല. എങ്ങനെയാ നീ ജീവിക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും അത്ഭുതമാണ്. പക്ഷെ എൻ്റെ കാര്യത്തിൽ അങ്ങനല്ല. എനിക്ക് ഇച്ചിരി കാശൊക്കെ ഇൻഹെറിറ്റൻസ് എൻ്റെ അപ്പൻ്റെ നിന്ന് കിട്ടാനുണ്ട്. പക്ഷെ അത് കിട്ടണമെങ്കിൽ എന്തോ വേണം? അപ്പനൊന്ന് മരിക്കണം. അതുകൊണ്ട് അപ്പൻ മരിച്ച് സ്വത്തൊക്കെ പങ്കുവെച്ച് ഇച്ചിരി പൈസയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യാം? നിന്റെ പുറകെ വരാം. അങ്ങനെ ആകുമ്പോൾ വലിയ പ്രശ്നമില്ലാതെ ജീവിക്കാം. അപ്പം ഇവൻ്റെ പ്രശ്നം, ഇവൻ ഭയങ്കര ഇൻസെക്യൂരിറ്റി ഫീലിംഗാണ്. യേശുവിലുള്ള സുരക്ഷിതത്വത്തെക്കാൾ ഇവൻ ആവശ്യം എന്താണെന്നറിയാമോ? ധനത്തിലുള്ള സുരക്ഷിതത്വമാണ്. ഈ കാലയളവിലെ നമ്മുടെ നല്ലൊരു ശതമാനം ആളുകളെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ മനുഷ്യനാണ്. എത്രയോ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ബ്രദറെ, സുവിശേഷ വേലയ്ക്ക് വേണ്ടി എന്നെ കർത്താവ് വിളിച്ചിട്ട് 4-5 കൊല്ലമായി, പക്ഷേ എനിക്ക് ഈ വല്ലവൻ്റെ മുമ്പിൽ കൈ നീട്ടാനൊന്നും വയ്യാത്തതുകൊണ്ട് ഒരു 4 കൊല്ലം കൂടെ ഗൾഫിലൊന്ന് ജോലി ചെയ്ത് ഇച്ചിരി പൈസയൂടെ ആക്കി അത് കഴിഞ്ഞിട്ട് വന്ന് ഞാൻ എന്ത് ചെയ്തോളാം? സുവിശേഷ വേല ചെയ്തോളാം. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അവനോട് പറഞ്ഞു, ഞാൻ അവനോട് പറഞ്ഞു, നിനക്ക് ദൈവത്തിൻ്റെ പിടിയുണ്ടെന്നുള്ളതിനൊരു സംശയമില്ല. ഇപ്പോഴല്ല, കുറച്ച് 3-4 വർഷം മുമ്പ് പറഞ്ഞു, നീ അതുകൊണ്ട് നിൻ്റെ ബിസിനസ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ വിട്ടിട്ട് നീ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുക. കാര്യം ഞാനങ്ങനെ വെറുതെ ഒന്നും പറയത്തൊന്നുമില്ല. എനിക്ക് ബിസിനസ് ചെയ്യുന്നവരോട് ദേഷ്യമൊന്നുമില്ല. എല്ലാവരും ബിസിനസ് വിടണമെന്നും എല്ലാവരും ജോലി വിടണമെന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. പക്ഷേ ഇവൻ്റെ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്, അവന് സുവിശേഷ വേലയ്ക്ക്. അവൻ പറഞ്ഞു, എനിക്കും അറിയാച്ചാ, പക്ഷേ എനിക്കൊരു 8 ലക്ഷം രൂപയുടെ കടമുണ്ട്, 4 കൊല്ലം മുമ്പത്തെ കാര്യമാണ്. അതൊന്ന് വീട്ടിൽ കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തോളാം? സുവിശേഷ വേല ചെയ്തോളാം. ഈയിടെ ഞാൻ ചോദിച്ചു, എന്തോ പറ്റിയടാ? ഓ, അതിപ്പോൾ 16 8 വീട്ടാനിരുന്നതാ, ഇപ്പോഴെത്ര ആയി? 16. പ്രിയമുള്ളവരെ, നീ കിടന്ന് വിഷമിച്ച് കാശുണ്ടാക്കി ഇതൊക്കെ വീട്ടിൽ കഴിഞ്ഞിട്ട് പിന്നെ ഇതൊക്കെ നോക്കാമെന്നൊക്കെ ചിന്തിക്കുന്നതൊക്കെ വെറും വിഡ്ഢിത്തമാണ്. കർത്താവിനെ അനുഗമിക്കുവാൻ ഒരുവൻ വിളി കേട്ട് കഴിഞ്ഞാൽ ഈ ശിഷ്യന്മാരെല്ലാം എന്താ ചെയ്തത്? അറ്റ് വൺസ് ദേ ലെഫ്റ്റ് എവറിതിങ് ആൻഡ് ദേ ഫോളോഡ് ഹിം. ഉടനെ, ഇല്ലേ, അവിടെ എഴുതിയിരിക്കുന്ന വാക്കാണ്, ഉടനെ അവർ പടകും വലയും വിട്ട് അവനെ അനുഗമിച്ചു. ഉടനെ. കർത്താവിൻ്റെ കോൾ അതാണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു സെക്യൂരിറ്റിയെ കുറിച്ച് ആലോചിച്ച് നിൽക്കുന്നവൻ യഥാർത്ഥത്തിൽ കർത്താവിനെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണ് അർത്ഥം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവികമായ വിളിയുള്ള ഒരു വ്യക്തി
എല്ലായ്പ്പോഴും അവൻ പരിശ്രമിക്കേണ്ട ഒരു കാര്യം കർത്താവിൻ്റെ വിളിക്ക് വേണ്ടി കാതോർത്ത് ഇറങ്ങി പുറപ്പെടുക. ഓട്ടത്തിൽ അവൻ നേരിടേണ്ടി വരുന്നതിനെക്കുറിച്ച്, അവൻ നേരിടാവുന്ന പ്രതിസന്ധികളെക്കുറിച്ച് അവൻ മനസ്സിലാക്കണം എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിന് മനസ്സുണ്ടെങ്കിൽ അതിനുള്ള ശക്തി തരാനായിട്ട് കർത്താവ് മതിയായവനാണ്. മൂന്നാമത്തെ ആളുടെ പ്രത്യേകത ഞാൻ പെട്ടെന്ന് പറയട്ടെ. മൂന്നാമത്തെ ആളുടെ പ്രത്യേകത അവൻ പറയുന്നത് എന്നറിയാമോ? ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് അപ്പനെയും അമ്മയും ഒക്കെ ഒന്ന് കണ്ടേച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം. എല്ലാവരെയും വീട്ടിലുള്ളവരെയൊക്കെ ഒന്ന് പോയി കണ്ട് ഒന്ന് യാത്ര പറഞ്ഞിട്ട് വരാം. യാത്ര പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞേച്ച് വരാമെന്നല്ല അതിൻ്റെ അർത്ഥം. അവരെല്ലാവരും സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ വരാമെന്ന് അതിൻ്റെ അർത്ഥം. ഹി ഈസ് ആൻ ഓൾ പ്ലീസിങ് മാൻ. ഹി വോണ്ട് ടു പ്ലീസ് എവറിബഡി. എല്ലാവരെയും പ്ലീസ് ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാൻ പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതത്തിൽ എല്ലാവരെയും പ്രസാദിപ്പിച്ച് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയത്തില്ല. ഇല്ല. നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. നിങ്ങൾ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അതുകൊണ്ട് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് കൃത്യത്തോടെ പറയുന്നു, ഇപ്പോഴും ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നുവോ? ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ഞാൻ കർത്താവിൻ്റെ ദാസനാകുകയില്ല, ആകുവാൻ എനിക്ക് കഴിയത്തില്ല. ഒരു ദൈവ പൈതൽ അവൻ പ്രസാദിപ്പിക്കേണ്ടത് കർത്താവിനെ മാത്രമാണ് എന്ന് നമ്മൾ ഓർക്കണം, വേറെ ആരെയുമല്ല. എന്നിട്ട് കർത്താവ് പറയാണ്, സ്ഥിരതയോടെയുള്ള ഓട്ടമാണ് ആവശ്യം. കലപ്പയ്ക്ക് കൈവച്ച ശേഷം പിന്മാറുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് തിരിഞ്ഞു നോക്കരുത്. പുറകോട്ട് തിരിഞ്ഞു നോക്കാൻ ഒരു കാര്യം ഉണ്ടാവാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ പല സമയത്തും ഏലിയാവ് വിളിക്കുന്ന ചരിത്രം ഓർക്കാറുണ്ട്. ഏലിയാവ് സ്വാഭാവികമായി നമുക്ക് മനസ്സിലാകുന്ന കാര്യം അത്ര ധനികനൊന്നും അല്ലായിരുന്നെന്ന തിഷ്ബിയിൽ നിന്നുള്ള തിഷ്ബ്യനായ ഏലിയാവ്. ഹി വാസ് എ കോമൺ മാൻ. ഐ ഡോണ്ട് നോ, ഞാനത് തീർത്ത് പറയുമൊന്നുമല്ല. പക്ഷേ എടുത്തു പറയത്തക്ക സാമ്പത്തിക പശ്ചാത്തലമോ വിദ്യാഭ്യാസ പശ്ചാത്തലമോ എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ഏലിയാവെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ലായിരിക്കാം, ഉണ്ടായിരിക്കാം. പക്ഷെ എലീശായെക്കുറിച്ച് പറയുമ്പോൾ അതല്ല. എലീശ ധനികനായ ഒരു വ്യക്തിയാണ്. അവന് സ്വന്തമായിട്ട് 12 കാളയെ 12 യോക്സ് ഓഫ് ഓക്സൻ അത് വെച്ച് പൂട്ടത്തക്ക നിലയിലുള്ള വിശാലമായ പാടം അവന് സ്വന്തമായിട്ടുണ്ടായിരുന്നു. ഒരു സീസണിൽ 12 കാളയെ വെച്ച് പൂട്ടേണ്ട വിശാലമായ കണ്ടം ഉള്ള ഒരു വ്യക്തി ആ കാലയളവിലെ വളരെ ധനികനായ ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ ധനികനായ ഈ യുവാവ്, അധ്വാനിയായ ഈ യുവാവ് മറ്റ് തൻ്റെ ദാസന്മാരോട് കൂടെ കണ്ടത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഏലിയാവ് അതിലെ വന്നിട്ട് അവൻ്റെ പുറത്ത്, അവൻ്റെ മുകളിൽ ഒരു പുതപ്പ് എടുത്തിട്ട് അവിടെ നമ്മൾ കാണുന്നത് ഏലിയാവ് കൂളായിട്ട് നടന്നു നടന്നു പോയപ്പോൾ ഏലിയാവിൻ്റെ പുറകെ ഓടി ചെല്ലുക. അപ്പോൾ നടന്നു പോകുന്ന ഏലിയാവിൻ്റെ പുറകെ ഏലിശ ഓടണമെങ്കിൽ എത്ര സ്പീഡിലായിരിക്കും ഏലിയാവ് നടക്കുന്നത്? എന്തുകൊണ്ടാണ് ഏലിയാവ് ഇങ്ങനെ ഓടിപ്പോയത്? ഇന്നൊക്കെ ഏലിശായുടെ പുറകെ ഏലിയാവ് എത്ര ഓടിയാലാ ഒരെണ്ണത്തിനെ കിട്ടുന്നത്. പക്ഷെ ഇവിടെ ഏലിയാവിൻ്റെ പുറകെ ഏലീശ ഓടിച്ചെല്ലുക. എന്നിട്ട് പറയാ, യജമാനനെ ഒന്ന് നിൽക്കണേ. ഏലിയാവ് തിരിഞ്ഞു നോക്കി, എന്താ? അല്ല, ഞാൻ വീട്ടിൽ പോയി എൻ്റെ അപ്പനെ ഒന്ന് ചുംബിച്ചോട്ടെ. ഏലിയാവിൻ്റെ മുഖം കൂടുതൽ ഗൗരവപൂർണമായി. ഏലിയാവ് പറഞ്ഞു, ഓക്കെ ചെയ്തോ, പക്ഷേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു എന്നുള്ളത് നീ മറന്നു പോകരുത്, ഓർക്കണം. എന്തോ ഇത്ര വലിയ കാര്യം ചെയ്തത്? ഒരു പുതപ്പ് ദേഹത്തിട്ടു, അല്ലാതെന്താ? പക്ഷെ ആ പുതപ്പ് എന്ന് പറയുന്നത് അധികാരത്തിൻ്റെ സിമ്പലാണ്. അന്നു മുതൽ ഏലീശ ഏലിയാവിൻ്റെ അധികാരത്തിന് കീഴിലാണ്. പിന്നെ അവനൊന്നും സ്വന്തമായിട്ട് ആലോചിക്കാൻ കഴിയത്തില്ല, ഒന്നും അവൻ്റെ മനസ്സിലില്ല. ഇനി സ്വന്തം അപ്പനെ ചുംബിക്കണമെങ്കിൽ ഏലിയാവിൻ്റെ അനുവാദം അവന് അത്യാവശ്യമാണ്. പ്രിയമുള്ളവർ, ഇതുപോലെ നമ്മൾ യേശുവിനെ അനുഗമിക്കുന്നത്. യേശുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തി സ്വന്തം പിതാവിനെ ചുംബിക്കണമെങ്കിൽ യേശുവിൻ്റെ അനുവാദം വാങ്ങിക്കുന്ന അത്ര ഗാഢമായ ഒരു അധീനതയിലേക്കാണ് കടന്നു കയറുന്നത് എന്നുള്ളത് മറന്നു പോകരുത്. അവൻ എന്ത് ചെയ്തു? അവൻ തിരികെ വന്ന് അവൻ പൂട്ടിക്കൊണ്ടിരുന്ന കലപ്പ വെട്ടിക്കീറി, കാളയെ അറത്തു, വലിയൊരു വിരുന്നൊരുക്കി, ഒരു മിഷനറി ഫീസ്റ്റ്. എല്ലാവരും വിളിച്ചു കൂട്ടിട്ട് പറഞ്ഞു, കം ഓൺ, ലെറ്റ്സ് എൻജോയ്, ലെറ്റ്സ് സെലിബ്രേറ്റ്. നമുക്ക് ഇതൊരു ആഘോഷമാണ്. എന്താഘോഷം?
നിങ്ങൾക്കറിയാമോ, ആയിക്കോട്ടെ ബെറ്റർ ജോബ്, എനിക്കൊരു വലിയ ജോലി കിട്ടി. എന്തോ ജോലിയാണെന്നുള്ളത് ഞാൻ പിന്നെ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. എന്തോന്നറിയാമോ, ഏലിയാവ് മരിച്ചു കഴിഞ്ഞിട്ട് രാജാവിന് ഒരാവശ്യം ഉണ്ടായപ്പോൾ ഒരു പ്രവാചകനെ തിരക്കി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞതെന്നറിയാമോ, ഏലിയാവിൻ്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത ശാഫാൻ്റെ മകൻ ഏലീശ ഇവിടെ ഉണ്ട്. അന്ന് തൊട്ട് ഏലീശയുടെ ജോലി എന്താ? ഏലിയാവിൻ്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആ ജോലി കിട്ടിയപ്പോൾ ഒരു ഫീസ്റ്റ് നടത്തിയിട്ട് ഏലീശ പറയുകയാണ്, എനിക്കൊരു വലിയ ഉദ്യോഗം കിട്ടി. അതിനെന്തിനാണ് ഈ കലപ്പയൊക്കെ വെട്ടിക്കീറി കളയുന്നത്? ഇനി ഇങ്ങോട്ട് തിരിച്ചു വരുന്ന പ്രസ്ഥാനം ഉദിക്കുന്നില്ലെന്നേ, അതുകൊണ്ടാ, വേറെ കാര്യമൊന്നുമില്ല. ഇനി ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരുന്ന പ്രസ്ഥാനം ഉദിക്കുന്നില്ല. ഇനി എനിക്കിതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല. ഈ കലപ്പയും കാളയും ഇനി എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആവശ്യം ഉണ്ടാകത്തില്ല എന്നുള്ള പൂർണ്ണമായ ഉറപ്പെനിക്ക് ഉണ്ട്. പ്രിയമുള്ളവരെ, യേശു കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് അവൻ്റെ പ്രജയായി പ്രവേശിക്കുന്ന ഒരു വ്യക്തി ലോകത്തിലെ അവൻ്റെ കലപ്പയും കാളയും ഒക്കെ വെട്ടി നുറുക്കിയിട്ട് വേണം പോകാൻ. പിന്നെ ഒരിക്കലും അവന് മടങ്ങി വരാനായിട്ട് ആഗ്രഹമില്ല. അവനങ്ങനെ ഒരു ചിന്തയില്ല, അവൻ അതിനെക്കുറിച്ച് ആലോചിക്കത്തില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ കഴിയത്തുള്ളൂ. എന്തുകൊണ്ടാണ് ആളുകൾ വീണ്ടും പഴയ കാലത്തെക്കുറിച്ചും പഴയ കാലത്തിലേക്കുള്ള മടങ്ങിപ്പോക്കിനെ കുറിച്ചും ആലോചിക്കുന്നതെന്നറിയാമോ? ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താ? കലപ്പ അവിടെ ബാക്കി വെച്ചിട്ടുണ്ട്, കാള അവിടെ ഇപ്പോഴും നിപ്പുണ്ട്. വേണ്ടി വന്നാൽ ലോകത്തിലേക്ക് മടങ്ങിപ്പോകാൻ ഉള്ള പഴുതൊരുക്കിയിട്ടിട്ടാ പല ആളുകളും ഓട്ടക്കളത്തിലേക്ക് പ്രവേശിച്ചത്. തിരിച്ചു ചെന്നാലും പേര് വെട്ടണ്ട കേട്ടോ, പള്ളിയിലെ പേരങ്ങനെ വെട്ടണ്ട, കിടക്കട്ടെ, തിരിച്ചു വല്ലതും വരേണ്ടി വന്നാലോ എന്ന് പറഞ്ഞു പോരുന്നവൻ ഒരിക്കലും സ്ഥിരതയുള്ള ഓട്ടക്കാരൻ അല്ല. എനിക്കത് ആവശ്യമില്ല എന്ന് പറയുവാനുള്ള തൻ്റെ ഇടം. ഹല്ലേലൂയ. ടെലിവിഷനിൽ നിന്ന് ഒരു പ്രാവശ്യം ഞങ്ങളുടെ വീട്ടിൽ ഒരു ഇൻ്റർവ്യൂവിന് വന്നു. എന്നോട് അവർ ചോദിച്ചു, പിള്ളേരൊക്കെ എന്തെടുക്കുന്നു? ഞാൻ പറഞ്ഞു പഠിക്കുന്നു. ഓക്കെ, അവരൊക്കെ എന്താകാൻ ആഗ്രഹം? അവരൊക്കെ ആരാകാൻ ആഗ്രഹം? ഞാൻ പറഞ്ഞു അവരെല്ലാം മിഷണറിമാരാകണം. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? ഞാൻ പറഞ്ഞു പിന്നെങ്ങനെ പറയണ്ടേ? അല്ല, അവർക്ക് നല്ല കാലിബറുള്ള പിള്ളേരാണെന്നാണല്ലോ ഞങ്ങൾ ചിന്തിക്കുന്നത്. എന്തുകൊണ്ടാണ് അവർ ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആണോന്ന് ആഗ്രഹിക്കാത്തത്? എന്നാൽ ഞാൻ പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു മിഷണറിയാണ്, അതുകൊണ്ട് എൻ്റെ മക്കൾ മിഷണറി ആകണമെന്ന് എൻ്റെ ആഗ്രഹം. എന്നോട് പറഞ്ഞു അങ്ങനല്ലല്ലോ പാസ്റ്റർമാർ പോലും പറയുന്നത്. ഞാൻ പറഞ്ഞു അതൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ഏതപ്പൻ്റെയും ഏറ്റവും വലിയ ആഗ്രഹം മക്കളെ ഏറ്റവും ഉന്നതരായിരിക്കണമെന്നാണ്, അല്ലേ? റൈറ്റ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഒരു ഡോക്ടർ അവൻ്റെ മോനെ ഡോക്ടറാക്കാൻ പരിശ്രമിക്കുന്നത് മെഡിസിൻ പഠിക്കുന്ന അല്ലെങ്കിൽ ഡോക്ടറാണ് ഏറ്റവും വലിയ ആളെന്ന് അയാൾ ചിന്തിക്കുന്നുണ്ടാണ്. അല്ലെങ്കിൽ അയാൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഡോക്ടറാകാൻ മക്കളെ വിടത്തില്ല. ഒരു എഞ്ചിനീയർ അയാളുടെ മക്കളെ എഞ്ചിനീയർ ആകാൻ വിടുന്നത് അയാളുടെ നോട്ടത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട ജോലി എഞ്ചിനീയർ ആകുന്നതെന്നാണ്. ഇത് ഞാൻ പറഞ്ഞു, ഞാനേ ഒരു ഡോക്ടർ എഞ്ചിനീയർ ആകാൻ കഴിവില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഗതികെട്ടുകൊണ്ട് ഇങ്ങനെ വന്നതൊന്നുമല്ല. ഞാൻ ഇന്ന് ഒരു ഡോക്ടറെ അസൂയയോടെ നോക്കിയിട്ടില്ല. എൻ്റെ ദൈവമേ, ഒരു ഡോക്ടറാകാൻ പറ്റിയായിരുന്നെങ്കിൽ എന്ന് എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ഞാൻ ചിന്തിച്ചിട്ടില്ല. എഞ്ചിനീയർ ആകാൻ പറ്റിയായിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. അതൊന്നും വലിയ കാര്യമായിട്ടൊന്നും എൻ്റെ മനസ്സിൽ തോന്നിയിട്ടില്ല. പക്ഷേ ഇന്നും അസൂയയോടെ ഞാൻ നോക്കുന്ന ഒരു പാർട്ടികളുണ്ട്, ഒരു ഗ്രൂപ്പുണ്ട്, അവർ മിഷണറിമാരാ. ഒരു നല്ല മിഷണറി ആകാൻ എനിക്ക് ഇപ്പോഴും വലിയ ആഗ്രഹമാണ്. നല്ല മിഷണറിമാരെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അസൂയയാണ്. ഗ്രാമങ്ങളിലും ഇൻറ്റീരിയർ വില്ലേജസിലൊക്കെ പോയി വർക്ക് ചെയ്യുന്ന മിഷണറിമാരെ കാണുമ്പോൾ എനിക്ക് ഇപ്പോഴും അസൂയുണ്ട്. ബാക്കി ആരെ കാണുമ്പോഴും എനിക്ക് അസൂയയില്ല. അതുകൊണ്ട് എല്ലാ മാതാപിതാക്കളും മക്കളെ ഏറ്റവും മെച്ചപ്പെട്ട ജോലിക്ക് വേണ്ടിയാണ് ഒരുക്കുന്നതെങ്കിൽ ഞാനും അതിനുവേണ്ടിയാണ് ഒരുക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട ജോലി ഇതാ, അല്ലാതെ വേറെ ഒരു ജോലി എനിക്ക് തോന്നിയിട്ടില്ല. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞൊരു വാചകമുണ്ട്. അന്ന് അബ്ദുൽ കലാം മാറി ആരാണ് നെക്സ്റ്റ് പ്രസിഡന്റ് എന്നുള്ള ചിന്തയിലിരിക്കുന്ന ഒരു സമയമാണ്. ഞാനോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് ഓഫർ ചെയ്യുകയാണെന്ന് വെച്ചോ, അബ്ദുൽ കലാം മാറുന്ന സ്ഥാനത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആകാനായിട്ട് എന്നെ വിളിച്ചാൽ ഞാൻ പറയാൻ ചാൻസ് ഉള്ള ഒറ്റ ഉത്തരവേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഐ എം സോറി, ഐ ഗോട്ട് എ ബെറ്റർ ജോബ്. എനിക്ക് മറ്റ് മെച്ചപ്പെട്ട ഒരു ജോലി ഉള്ളതുകൊണ്ട് ഈ ജോലിക്ക് വരാൻ എനിക്ക് പ്രയാസമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. ബിക്കോസ് ഐ എം ദാറ്റ് മച്ച് അഷ്വേർഡ് ആൻഡ് ഐ എം സോ ഹാപ്പി ആൻഡ് കണ്ടന്റ് വിത്ത് വാട്ട് ഐ എം ഡൂയിങ് ആൻഡ് വാട്ട് ഐ ആം. ഞാൻ ആരാണോ അതിനകത്ത് എനിക്ക് അത്രയ്ക്ക് അഷ്വറൻസ് ഉണ്ട്. ഐ എം അഷ്വേർഡ്.
അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അതുകൊണ്ടാണ് ഒരു ഒരു അബ്സെന്റ്. ഒരിക്കലും എനിക്ക് മറ്റൊരു കാര്യത്തെക്കുറിച്ച് എനിക്ക് സ്വപ്നം കാണാൻ കഴിയുന്നില്ല. യേശു കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം ഒഴികെ, അല്ലെങ്കിൽ അവന് വേണ്ടി ഓടുന്നതൊഴികെ ഈ ഓട്ടക്കളത്തിൽ നിന്ന് മാറുന്നതിനെക്കുറിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല. എനിക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല. അങ്ങനെ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്ഥിരതയോടെ ഓടുവാനായിട്ട് കഴിയത്തുള്ളൂ. സ്ഥിരതയോടെ ഓടണമെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങളോട് ഞാൻ പറയട്ടെ. സ്ഥിരതയോടെ നമ്മൾ ഓടണമെങ്കിൽ അവനോട് ചേർന്ന് നമ്മൾ നമ്മുടെ ലക്ഷ്യം എന്താണ്? യേശുവിനെ കണ്ട്, യേശുവാണ് നമ്മുടെ പയനിയർ. ഹി ഈസ് ദി ഓഥർ ആൻഡ് ഫിനിഷർ ഓഫ് യുവർ ഫെയ്ത്ത്. ഓഥർ, അവനാണ് അതാണ് ഈ ഓട്ടത്തിന്റെ ഒരു പ്രത്യേകത. യേശു കർത്താവ് ഈ ഓട്ടത്തെ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ അതിന്റെ ഫിനിഷിംഗ് പോയിന്റ് യേശുവാണ്. നമ്മൾ മാക്സിമം അവിടെ ചെന്നെത്തുന്നത് എന്താണ്? ക്രിസ്തുവാകുന്ന തലയോളം നമ്മൾ വളരുക. ഫിനിഷിംഗ് പോയിന്റ് യേശുവാണ്. ഈ പാത ഉണ്ടാക്കി തന്ന ആരാണ്? യേശുവാ. കാര്യം ആദ്യം ഓടിയത് യേശുവാണ്. ആദ്യം ഓടിച്ചെന്നത് യേശുവാണ് എന്ന് തന്നെയല്ല, ഇവൻ അവിടെ ഒരു ടാർഗറ്റ് പോയിന്റ് ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ അവൻ എൻ്റെ കൂടെ ഓടുകയാണ്. ഇതൊരു സ്പിരിച്വൽ റിയാലിറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഓട്ടം സ്ഥിരതയുള്ളതാകണമെങ്കിൽ ഞാൻ എപ്പോഴും എല്ലാ രീതിയിലും അവനോട് കൂടെ ആയിരിക്കണം. നമ്മൾ 1 ശമൂവേലിൻ്റെ പുസ്തകം അതിൻ്റെ 23-ാം അധ്യായം, അവിടെ നമ്മൾ കാണുന്നത് വാസ്തവത്തിൽ യോനാഥാനും ദാവീദും തമ്മിലുള്ള സംസാരവും മറ്റു കാര്യങ്ങളുമാണ്. അതിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ ഞാൻ പെട്ടെന്ന് 1-2 വാക്യങ്ങൾ മാത്രം അവിടെ വായിക്കട്ടെ. 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അനന്തരം ശൗലിന്റെ മകനായ യോനാഥാൻ പുറപ്പെട്ട ആ കാട്ടിൽ ദാവീദിന്റെ അടുക്കൽ ചെന്ന് അവനെ ദൈവത്തിന് ധൈര്യപ്പെടുത്തി അവനോട്, ഭയപ്പെടേണ്ട, എൻ്റെ അപ്പനായ ശൗലിന് നിന്നെ പിടികിട്ടുകയില്ല. നീ ഇസ്രായേലിന് രാജാവാകും. അന്ന് ഞാൻ നിനക്ക് രണ്ടാമനും ആയിരിക്കും. അത് എൻ്റെ അപ്പനായ ശൗലും അറിയുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ അവർ തമ്മിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ച് ഉടമ്പടി ചെയ്തു. ദാവീദ് കാട്ടിൽ താമസിക്കുകയും യോനാഥാൻ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. നോക്കുക, ഉടമ്പടി ചെയ്തു എന്നുള്ളത് ശരിയാണ്. എന്ത്? നീ രാജാവാകും, അതെൻ്റെ അപ്പനും അറിയാം. അങ്ങനെ നീ രാജാവാകുമ്പോൾ ഞാൻ നിനക്ക് രണ്ടാമനായിരിക്കും. ദാവീദ് പറഞ്ഞു, യെസ്, ഗുഡ്. പക്ഷേ യോനാഥാൻ രണ്ടാമനായില്ല. എന്തുകൊണ്ട് രണ്ടാമനായില്ല? അതിൻ്റെ ഉത്തരം അവിടെ പരിശുദ്ധാത്മാവ് പറയാണ്. ദാവീദ് കാട്ടിൽ താമസിച്ചു, യോനാഥാനോ വീട്ടിലേക്ക് പോയി. ദാവീദിനെ കാട്ടിൽ താമസിക്കാൻ വിട്ടിട്ട് വീട്ടിൽ പോകുന്നവന് ദാവീദ് രാജാവാകുമ്പോൾ അവന് രണ്ടാമനാകാൻ കഴിയത്തില്ല. ഇതുപോലെ യേശു കർത്താവുമായിട്ട് നമ്മളൊരു ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ യേശു കടന്നുപോയ സകല പാതകളിലൂടെയും യാത്ര ചെയ്യാൻ തയ്യാറുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ യേശുവിൻ്റെ രണ്ടാമനാകുവാൻ കഴിയത്തുള്ളൂ. വേറെ ആർക്കും കഴിയത്തില്ല. ദാവീദിനോടുകൂടെ കാട്ടിൽ കഴിയാൻ അവൻ തീരുമാനിച്ചായിരുന്നു എങ്കിൽ എൻ്റെ പൂർണ്ണമായ വിശ്വാസം ദാവീദ് രാജാവിൻ്റെ രണ്ടാമനായിട്ട് യോനാഥാൻ വാഴുമായിരുന്നു. 2 തീമോത്തിയോസ് 2-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 13 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളോട് കാണുന്നതായ ഒരു കാര്യം, നാം അവനോടുകൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും. നാം തള്ളിപ്പറയുന്നുവെങ്കിൽ അവൻ നമ്മളെയും തള്ളിപ്പറയും. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. അവിടെ പറയാണ്, നാം അവനോടുകൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും. അവനോടുകൂടെ മരിക്കാത്തവൻ അവനോടുകൂടെ ജീവിക്കാൻ കഴിയത്തില്ല. അവനെ തള്ളിപ്പറയുന്നവനെ അവനും തള്ളിപ്പറയും. അവനോടുകൂടെ സഹിക്കുന്നുവെങ്കിൽ അവനോടുകൂടെ വാഴും. അപ്പോൾ യേശു കർത്താവുമായിട്ട് ഒരുമിച്ച് ചേർന്ന് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ യേശു കർത്താവിനോട് കൂടെ ഗ്ലോറിയസ് ആയിട്ടുള്ള ഒരു വാസം അതിനവന് പ്രതീക്ഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാത്തവന് പറ്റത്തില്ല. അതുകൊണ്ട് വാസ്തവത്തിൽ ആവശ്യമായിരിക്കുന്നത് ഈ ഓട്ടത്തിൽ യേശു പോയ വഴിയെ തന്നെ പോകുന്നതാണ്. പലപ്പോഴും യേശു പോയ വഴിയെ അല്ല നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. പകരം ഏത് വഴിയാണ് പോകാനാണ് ഉദ്ദേശിക്കുന്നത്? വേറൊരു വഴി വെട്ടി പോകാനാണ് ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും ആളുകൾ പറയുന്നതെന്നറിയാമോ, യേശു ഒത്തിരി കഷ്ടമൊക്കെ സഹിച്ചില്ല, ഇനിയിപ്പോൾ നമ്മളൂടെ കഷ്ടം സഹിക്കണമെന്ന് തന്നെ വലിയ നിർബന്ധം. ഞങ്ങളുടെ ഒരു മിഷണറി ഒരിക്കലും ഒരു 5 മിനിറ്റ് പ്രസംഗിച്ച കൂട്ടത്തിൽ പറഞ്ഞൊരു വാചകം ഞാൻ ഒത്തിരി അടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്:
Every genuine Christian should go through 3S, that is shame, suffering and solitude. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി 3 അവസ്ഥകളിലൂടെ കടന്നു പോകണം. ഒന്ന്, ഷെയിം, നിന്ദാകരമായ സാഹചര്യങ്ങളിലൂടെ അവന് കടന്നു പോകേണ്ടി വരും. സഫറിങ്, കഷ്ടതയുടെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. സോളിറ്റ്യൂഡ്, ഒറ്റപ്പെടുത്തപ്പെടുന്ന സാഹചര്യത്തിലൂടെ അവൻ കടന്നു പോകേണ്ടി വരും, അവൻ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണെങ്കിൽ. അപ്പോൾ സ്വാഭാവികമായി ഒരു ചോദ്യം ചോദിക്കാം, എന്തുകൊണ്ടാണ് ഈ അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകേണ്ടത്? കാര്യം ഇന്നത്തെ ഏത് മീറ്റിങ്ങിലും നമ്മൾ കേൾക്കുന്നത് എങ്ങനെ നിന്ദയിൽ നിന്ന് നമുക്ക് മോചനം പ്രാപിക്കാം, എങ്ങനെ കഷ്ടതയിൽ നിന്ന് മോചനം പ്രാപിക്കാം, എങ്ങനെ ഏകാന്തതയിൽ നിന്ന് മോചനം പ്രാപിക്കാമെന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ആ പ്രസംഗത്തിനാണ് കൂടുതൽ ആൾ വരുന്നത്. എന്തുകൊണ്ട് നമ്മൾ ഈ അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകണം എന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേ ഉള്ളൂ. എന്താണെന്നറിയാമോ? നിങ്ങൾ യഥാർത്ഥത്തിൽ യേശുവിനെയാണ് പിൻപറ്റുന്നതെങ്കിൽ അവൻ പോയ വഴിയെ കൂടെ തന്നെ വേണം പോകാൻ. ക്രോസ് ബൈപ്പാസ് ചെയ്ത് പോകുന്നത് ക്രിസ്തീയ അനുഭവമല്ല. കുരിശിനെ ഒഴിവാക്കിക്കൊണ്ട് പോകുന്നത് ഒരു ക്രിസ്തീയ ജീവിതമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഓട്ടക്കളത്തിൽ യേശുവിനെ അനുഗമിച്ചാണ് നമ്മൾ ഓടുന്നതെങ്കിൽ, കാര്യം അവനാണ്, ഹി ഈസ് ദി ഓഥർ ആൻഡ് ഫിനിഷർ ഓഫ് യുവർ ഫെയ്ത്ത്. ഹി ഈസ് ദി ഓഥർ. അവനാണ് നിനക്ക് മുന്നാലെ ഓടിയത്. അവൻ മുന്നാലെ ഓടിയെങ്കിൽ അവന്റെ പിന്നാലെ നീ ഓടുവാൻ തീരുമാനമെടുക്കുന്നെങ്കിൽ അവൻ ഓടിയ വഴിയേ തന്നെ ഓടണം. വേറെ ഒരു വഴിയിലൂടെ ഓടാനായിട്ട് നിനക്ക് അവകാശമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. We need to follow Jesus Christ. If you are a follower of Jesus, then certainly you need to walk and run the race in the same way Jesus ran this race. യേശു എങ്ങനെ ഓടിയോ, യേശു എങ്ങനെ പോയോ, അതേ വഴിയിലൂടെ തന്നെ പോകാനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇനിയുള്ള ക്ലാസ്സിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ ഓട്ടത്തിൽ നമ്മളെ കാത്തിരിക്കുന്നതായ ചില തടസ്സങ്ങളുണ്ട്. ഈ തടസ്സങ്ങളെക്കുറിച്ച് പറയുമ്പോഴും 2 രീതിയിലുള്ള തടസ്സങ്ങളുണ്ട്. ഞാനതിനെ പേരിടുന്നത് ഹഡിൽസ് ആൻഡ് ഹിൻഡ്രൻസസ്. ഹിൻഡ്രൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? നമുക്ക് തടസ്സ കല്ലുകൾ, വഴി കിടക്കുന്ന കല്ലുകൾ, ഓട്ടത്തിനടുത്ത് ഇടയ്ക്ക് കിടക്കുന്ന ചില കല്ലുകളൊക്കെ കാണും, അല്ലെങ്കിൽ പല കാര്യങ്ങളൊക്കെ കിടപ്പുണ്ടായിരിക്കും. അത് ഹിൻഡ്രൻസസ് ആണ്. രണ്ടാമത് പറയുന്നത് ഹഡിൽസ് ആണ്. ഹഡിൽസ് എന്ന് പറയുന്നത് ഇടയ്ക്ക് കിടക്കുന്ന കല്ലല്ല. പ്രത്യേകത എന്താണെന്നറിയാമോ? വഴിയിൽ ഈ ഓട്ടം ഡിസൈൻ ചെയ്ത ആൾ തന്നെ വെച്ചിരിക്കുന്നതായ ചില ബാറുകളുണ്ട്. അതായത് അതിനെ ഓവർകം, അതിനെ ഓടി, അതിനെ ചാടി, ഇല്ലേ? അങ്ങനെയാണ് പലപ്പോഴും ഹഡിൽസ് ചാടിയാണ് നമ്മൾ ഓട്ടക്കളത്തിലേക്ക് പോകുന്നത്. ഇത് മാറ്റാൻ പറ്റത്തില്ല. ആദ്യത്തേത് നമുക്ക് മാറ്റണം, രണ്ടാമത്തേത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ 2 കാര്യങ്ങൾ, എറിഞ്ഞു കളയേണ്ടതായ ചില തടസ്സങ്ങൾ, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിട്ട് എന്ന് പറയുന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ലേ aside all the weight, lay aside, എറിഞ്ഞു കളയുക, and all the sins that cling so closely, മുറുകെ പറ്റുന്ന അല്ലെങ്കിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതായ പാപങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ, പറ്റിപ്പിടിച്ചിരിക്കുന്നതായ പാപങ്ങൾ, ഇതിനെയെല്ലാം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്? എറിഞ്ഞു കളയുക. അതിനെ നമ്മൾ എറിഞ്ഞു കളയണം. അതിനെ അവിടെ സൂക്ഷിച്ചു വെക്കേണ്ട കാര്യമില്ല, വഴി കിടക്കുന്ന കാര്യങ്ങളാണ്, അത് എടുത്തു കളയണം. എന്നാൽ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഹഡിൽസ് ആണ്. അതിൻ്റെ 2ാമത്തെ വാക്യത്തിൽ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക, തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും. നോക്ക്, അവൻ അപമാനത്തെ എറിഞ്ഞു കളഞ്ഞില്ല, ക്രൂശിനെ എറിഞ്ഞു കളഞ്ഞില്ല, അവൻ അപമാനം അലക്ഷ്യമാക്കി, ഹി ഡിസ്പൈസ്ഡ്, അവൻ അലക്ഷ്യമാക്കി, ശ്രദ്ധിച്ചില്ല. ആൻഡ് ഓൾസോ ക്രൂശിനെ അവൻ എന്ത് ചെയ്തു? എൻറ്റുവേർഡ് ദ ക്രോസ്, അവൻ ക്രൂശിനെ സഹിച്ചു. അപ്പോൾ ഈ ഓട്ടത്തിൽ എറിഞ്ഞു കളയേണ്ട കാര്യമുണ്ട്, സഹിക്കേണ്ടതായ കാര്യമുണ്ട്. എറിഞ്ഞു കളയേണ്ട കാര്യമാണ് ഹിൻഡ്രൻസസ് എന്ന് പറയുന്നത്. നമ്മൾ സഹിക്കേണ്ട അല്ലെങ്കിൽ
ഇവിടെ വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഹഡിൽസ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം അടയ്ക്കാം. നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. പല സമയത്തും നമ്മുടെ ജീവിതത്തിൽ ഓട്ടം ഓടുന്നുണ്ടെങ്കിലും അത് ഒരു സ്ഥിരതയില്ലാത്ത നിലയിൽ അപ്സ് ആൻഡ് ഡൗൺസ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന നമ്മൾ കാണുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, നമുക്ക് ഒരു സ്ഥിരതയുള്ള ഓട്ടം ഓടണമെങ്കിൽ നമ്മുടെ പിന്നിലുള്ളതിനെ മുഴുവൻ നമ്മൾ ഇല്ലായ്മ ചെയ്തേ പറ്റുള്ളൂ. ക്രൂശിനെ എടുത്ത് നാൾത്തോറും എടുത്ത് ജീവിക്കുന്നവന് മാത്രമാണ് അവൻ്റെ ശിഷ്യനാകുവാൻ കഴിയുന്നത്. നിങ്ങളുടെ ഒരു കമ്മിറ്റ്മെൻറ്റ്, ഒരു ദിവസത്തെ ഒരു സമർപ്പണം എത്ര മഹനീയമാണെങ്കിലും ശക്തമാണെങ്കിലും നിങ്ങളുടെ ജീവിതാന്ത്യം വരെ അതിനെ നിലനിർത്തത്തക്ക രീതിയിൽ അതിനൊരു പക്ഷേ കഴിഞ്ഞില്ലെന്ന് വരാം. അതുകൊണ്ട് ക്രൂശെടുക്കാനുള്ള നിങ്ങളുടെ തീരുമാനം ഒരു നിരന്തരമായ തീരുമാനമായിരിക്കണം. മറ്റൊന്നും നമ്മുടെ ജീവിതത്തിൽ ബാക്കി വെക്കാതെ, ലോകത്തിൽ നിന്നൊന്നിനെയും ഇങ്ങോട്ട് കൊണ്ടുവരാതെ, ലോകത്തിൻ്റെ എല്ലാ ചിന്തകളെയും ഉപേക്ഷിച്ച് യേശു കർത്താവുമായിട്ടുള്ള നിരന്തര ബന്ധത്തിൽ ഈ ഓട്ടം ഓടാനായിട്ട് നമ്മൾ ഇറങ്ങിപ്പുറപ്പെടുന്നുവെങ്കിൽ നമുക്ക് സ്ഥിരതയോടെ ഓടുവാനായിട്ട് കഴിയും. എന്നാൽ അവിടെ നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഓട്ടം ഓടുവാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കണം. ഈ ഓട്ടത്തിൽ നമുക്ക് ശക്തിയില്ല എന്ന് പറഞ്ഞാണ് പലപ്പോഴും നമ്മൾ ഇരിക്കുന്നത്. ഓക്കെ, നമുക്ക് ആർക്കും ശക്തിയില്ല. ശക്തിയും മനസ്സും രണ്ടും രണ്ടാണ്. അതുകൊണ്ട് ഈ ഓട്ടത്തിൽ എന്തൊക്കെ നേരിടേണ്ടി വരും എന്നുള്ള കോസ്റ്റ്, എന്ത് വില കൊടുക്കേണ്ടി വരുമെന്നുള്ളത് നമ്മൾ നേരത്തെ ഇരുന്ന് കണക്കാക്കി നോക്കണം. ഒരുവൻ ഗോപുരം പണിവാനിച്ചാൽ അത് തീർപ്പാൻ വകയുണ്ടോ, മനസ്സുണ്ടോ എന്നവൻ നോക്കിയിട്ടാണ് അത് പണിയാൻ തുടങ്ങേണ്ടത്. എന്നതുപോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഈ ഓട്ടക്കളത്തിൽ നമ്മൾ നേരിടേണ്ടി വരുന്ന നിന്ദ, പരിഹാസം, ദുഃഖം, കഷ്ടത, ഉപദ്രവങ്ങൾ, ഇതൊക്കെ സഹിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടോ? ഇല്ലെങ്കിൽ ആദ്യം തന്നെ ഓട്ടം നിർത്തിവെക്കുന്നതാണ് നല്ലത്. ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്കാം, എനിക്ക് മനസ്സുണ്ട് പക്ഷെ ശക്തിയില്ല. സാരമില്ല, നിങ്ങളെ ശക്തീകരിക്കുവാൻ, നിങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സുള്ളവനാണെങ്കിൽ നിങ്ങളെ ശക്തീകരിക്കുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതനെ അയച്ചു തരുവാനും ദൈവത്തിന് മടിയുണ്ടാവുകയില്ല. യേശു കർത്താവ് എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ നിർവഹിക്കപ്പെടുമാറാകട്ടെ എന്ന് മനസ്സോടെ പറഞ്ഞപ്പോൾ അവനെ സഹായിക്കുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വന്നു. എന്നാൽ തീരുമാനമെടുക്കാൻ ദൂതൻ ഇറങ്ങി വന്നില്ല. ഇന്ന് രാത്രിയിലും ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ തീരുമാനം എന്താണ്? എന്ത് കഷ്ടം വന്നാലും, എന്ത് പ്രതിസന്ധി വന്നാലും, എത്ര പ്രയാസം വന്നാലും, ജീവൻ കൊടുക്കേണ്ടി വന്നാലും, ക്രൂശ് സഹിക്കേണ്ടി വന്നാലും, ഈ യേശുവിനെ പിൻപറ്റി ഈ ഓട്ടം ഓടുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നെത്ര പേര് പറയും? ദൈവസന്നിധിയിൽ പറ, കർത്താവേ, എത്ര പ്രതിസന്ധി വന്നാലും, എത്ര ദുഃഖങ്ങൾ വന്നാലും, ക്രൂശ് അനുഭവിക്കേണ്ടി വന്നാലും, രക്തം ചൊരിയേണ്ടി വന്നാലും ഈ ഓട്ടം ഞാൻ ഓടുവാൻ തയ്യാറാണ്. എനിക്കതിനുള്ള ശക്തി മാനുഷികമായിട്ടില്ലാതെ വരുമ്പോൾ എന്നെ ശക്തീകരിക്കാൻ സ്വർഗത്തിൽ നിന്ന് നീ ദൂതനെ അയച്ചു തരുമെന്ന് നിനക്ക് വാഗ്ദത്തമുണ്ടല്ലോ. എന്നാൽ കർത്താവേ, അതിനുള്ള മനസ്സ് എനിക്കുണ്ട്, എനിക്ക് ആഗ്രഹമുണ്ട്. ഈ ഗോപുരം പണിയുവാനുള്ള ശക്തി എനിക്കില്ലായിരിക്കും, പക്ഷെ എനിക്കതിനുള്ള മനസ്സുണ്ട്. നീ എന്നെ ശക്തീകരിക്കണമേ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.